ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മള് തെർമോഡൈനാമിക്സിന് ശേഷം തെർമോഡൈനാമിക്സിന് നമ്മളെ ഫസ്റ്റ് ലോ സെക്കൻഡ് ലോ നിങ്ങൾ സിലബസ് നോക്കുന്നവരാണെന്ന് വിചാരിക്കണം. ഫസ്റ്റ് ലോ എന്ന് പറയുന്ന പോർഷൻ ഉണ്ട്, സെക്കൻഡ് ലോ പറയുന്ന പോർഷൻ ഉണ്ട്, പ്യുവർ സബ്സ്റ്റൻസ് ഉണ്ട്, പിന്നെ ആ സൈക്കിൾസ് ഉണ്ട്, ഓട്ടോ സൈക്കിൾ, ഡീസൽ സൈക്കിൾ, കുറച്ച് സൈക്കിൾസ് ഉണ്ട്. ഇത്രയും പോർഷൻസ് ആണ് നമ്മൾ തെർമലിൽ നിലവിൽ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു പോർഷൻ ആണ് എഞ്ചിൻസ്, അല്ലെങ്കിൽ ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻസ് എന്ന് പറയുന്നത്. അപ്പൊ സിലബസ് നോക്കിക്കഴിഞ്ഞാല് ഇപ്പൊ സിലബസ് കണ്ടപ്പോ എനിക്കും സന്തോഷമായിരുന്നു. പെട്ടെന്ന് എടുത്തു തരും, 2 ക്ലാസ്സോ 4 ക്ലാസ്സോ ഉണ്ടോ തീർക്കാം എന്ന് വിചാരിച്ചിട്ട് സിലബസ് കണ്ടു. നിങ്ങൾ ആ സിലബസ് കണ്ടിരുന്ന നോക്കിയിരുന്ന ഒറ്റ ലൈനുള്ളൂ, കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അത് പെർഫോമൻസ് ഓഫ് ഐ സി എഞ്ചിൻ ഉണ്ട്, പിന്നെന്താണ് മറ്റേ കമ്പഷൻ ഓഫ് ഐ സി എഞ്ചിൻ, ദെൻ കൂളിംഗ് ആൻഡ് ലൂബ്രിക്കേഷൻ. ഈ മൂന്ന് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഒരിക്കലും നമുക്ക് ചാടിക്കേറി എഞ്ചിന്റെ പെർഫോമൻസിലേക്കോ ചാടിക്കേറി കമ്പഷനിലേക്കോ ചാടിക്കേറി കൂളിംഗ് ആൻഡ് ലൂബ്രിക്കേഷനിലേക്കോ പോകാനായിട്ട് പറ്റില്ല. അത്യാവശ്യം എന്ത് വേണം, കുറച്ചെങ്കിലും നമുക്ക് ബേസ് വേണം, ഐഡിയ വേണം. പിന്നെ മെയിൻ ചോദ്യങ്ങൾ ഈ പാർട്ടിൽ നിന്നാണെങ്കിലും ഇത് കൂടാണ്ട് എപ്പോഴും SSC ആയാലും അങ്ങനെ PSC യിലൊക്കെ തന്നെ ഏകദേശം, പിന്നെ അത്ര ലെവൽ വിട്ട് മാറൂല എന്നുള്ളൂ. എന്നാലും താഴേക്ക് ഇറങ്ങിയിട്ട് ഇപ്പൊ 2 സ്ട്രോക്ക് 4 സ്ട്രോക്ക് അങ്ങനെ താഴേക്ക് ഇറങ്ങിയിട്ട് ഉള്ള ചോദ്യങ്ങളും നമ്മൾ കാണാറുണ്ട്. ഇതിൽ വേറൊരു രസം എന്ന് പറഞ്ഞാല് 2015 മറ്റേ ഇത് എന്താണ് ട്രാൻസ്ഫർ ബോക്സ് എന്തിനാന്ന് വെച്ചിട്ടുണ്ട്. ട്രാൻസ്ഫർ ബോക്സ് കേട്ടോ, ട്രാൻസ്ഫർ ബോക്സ്. അത് ശരിക്കും IC എഞ്ചിൻ എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുമ്പോൾ ട്രാൻസ്ഫർ ബോക്സ് ഒരിക്കലും അതിൽ വരില്ല. അത് ഓട്ടോമൊബൈൽ എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുമ്പോൾ ട്രാൻസ്മിഷന്റെ ഭാഗമായിട്ട് കയറി വരുന്നതാണ്, 4 വീൽ ഡ്രൈവിൽ കയറി വരുന്നതാണ് ഈ ട്രാൻസ്ഫർ ബോക്സ്. പക്ഷെ അതിനെ പറ്റിയുള്ള ചോദ്യം എവിടെ ചോദിച്ചിട്ടുണ്ട്, SSCക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യും, ബിയോണ്ട് ദ സിലബസ് എന്ത് ചെയ്യാം, അവര് ചോദിക്കാം. നമുക്കറിയില്ല ബിയോണ്ട് ദ സിലബസ് എവിടം വരെ പോകുന്ന നമുക്കറിയില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, അത്യാവശ്യം ഒരു അവയർനെസ് എഞ്ചിനെ കുറിച്ച് ഏറ്റവും ബേസിക് മുതൽ ഒരു അവയർനെസ് നമുക്ക് കിട്ടിയാലാണ് എന്ത് ബാക്കിയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് കുറച്ച് ഇപ്പൊ ടച്ച് വിട്ടവരൊക്കെ ഉണ്ടാവും, ചിലപ്പോ വർഷങ്ങളായിട്ട് മറ്റേ ടച്ച് ഇല്ലാത്തവരുണ്ടാവും. അപ്പൊ അവർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ബേസ് നമ്മളൊന്ന് കവർ ചെയ്ത് പോകണം. അപ്പൊ നമുക്കൊരു 2 ക്ലാസ് മാക്സിമം, ആ ഒരു 2 ക്ലാസ് കൊണ്ട് നമുക്ക് ഈ ബേസ് ഒന്ന് കവർ ചെയ്ത് നമുക്ക് തീർക്കണം. അപ്പൊ നമ്മള് ഫസ്റ്റ് പറയാം ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ. അപ്പൊ എന്താണ് ഒരു എഞ്ചിൻ എന്ന് പറഞ്ഞാൽ, ഒരു ഹീറ്റ് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഹീറ്റ് എഞ്ചിൻ? ഹീറ്റ് എഞ്ചിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ. എന്താണ് ഹീറ്റ് എഞ്ചിൻ? അതായത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹീറ്റ് എനർജിയെ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരാളാണ് എന്ത്, ഹീറ്റ് എഞ്ചിൻ അല്ലെ. അതിന്റെ ഇൻപുട്ട് ഹീറ്റ് ആയിരിക്കും, അത് ഫ്യൂല് കത്തിച്ചിട്ടായിരിക്കും. ഇൻപുട്ട് ഹീറ്റ് ആയിരിക്കും, അതിലൊരു മെക്കാനിക്കൽ പവർ അല്ലെ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആളാണ് നമ്മളുടെ ഹീറ്റ് എഞ്ചിൻ എന്ന് പറയുന്നത്. ഇനി അതിനെ നമുക്ക് മെയിൻ ആയിട്ട് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. എങ്ങനെ? ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ, എക്സ്റ്റേണൽ കമ്പഷൻ എഞ്ചിൻ. എന്താണ് തമ്മിൽ വ്യത്യാസം പറയാം? അതായത് നമ്മളുടെ എഞ്ചിൻ സിലിണ്ടറിനകത്ത് തന്നെ ആണ് കമ്പഷൻ ചേമ്പറെങ്കിൽ എന്ന് പറഞ്ഞാൽ എഞ്ചിൻ സിലിണ്ടർ തന്നെയാണ് ആ കമ്പഷൻ ചേമ്പറെങ്കിൽ കത്തുന്നതെങ്കിൽ അത് നമ്മൾ എന്ത് വിളിക്കും, ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ എന്ന് വിളിക്കും. അതായത് എഞ്ചിനകത്ത് തന്നെ കത്തി അവിടെ തന്നെ ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്ത് ആ ഹീറ്റ് എനർജിയെ നമ്മൾ എന്ത് ചെയ്യാണ്, പിസ്റ്റണും കണക്ടിംഗ് റോഡും ക്രാങ്ക് ഷാഫ്റ്റ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള മെക്കാനിക്കൽ എനർജിയിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കുകയാണ്. അതാണ് ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ. നമ്മൾ കാണുന്ന പെട്രോൾ എഞ്ചിനും ഡീസൽ എഞ്ചിൻ അല്ലെങ്കിൽ ഗ്യാസ് എഞ്ചിനൊക്കെ എന്ത് തന്നെയാണ്, ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻസ് ആണ് പൊതുവെ നമ്മൾ കാണുന്നത്. പക്ഷെ എക്സ്റ്റേണൽ കമ്പഷൻ എഞ്ചിൻ അപ്പൊ എന്തായിരിക്കും വ്യത്യാസം? കമ്പഷൻ ചേമ്പർ പുറത്തായിരിക്കും. അതായത് പുറത്ത് എവിടെയെങ്കിലും നമ്മൾ ഹീറ്റ് എനർജിയെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ആ ഹീറ്റ് എനർജിയെ മറ്റൊരു ആളെ, അതായത് യഥാർത്ഥ നമ്മളുടെ എഞ്ചിനെ വർക്ക് ചെയ്യിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ആ എഞ്ചിൻ എന്ത് ചെയ്യും, ആ ഹീറ്റ് എനർജിയെ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. എക്സാമ്പിൾ പറയാമോ? ഇവക്ക് മാത്രമല്ല എല്ലാവർക്കും പറയട്ടാ എക്സാമ്പിള്. എക്സ്റ്റേണൽ കമ്പഷൻ എഞ്ചിൻ എക്സാമ്പിള് സ്റ്റീം എഞ്ചിൻ. ഇമ്പോർട്ടന്റ് അല്ലെ. നമ്മുടെ പഴയ കൽക്കരി വണ്ടികളൊക്കെ ഇല്ലേ, നമ്മുടെ തീവണ്ടികളൊക്കെ, അതൊക്കെ സ്റ്റീം എഞ്ചിനാണ്. എന്താണ് അതിന്റെ പ്രത്യേകത? ഒരു ബോയിലർ ഉപയോഗിച്ചിട്ട്, അത് ബോയിലർ എന്ന് വെച്ചാൽ സ്റ്റീം ജനറേറ്റ് ചെയ്യുന്ന ഒരു പാർട്ടാണ്, ഒരു ഡിവൈസ് ആണ് ബോയിലർ. ആ ബോയിലറിൽ നമ്മൾ എന്ത് ചെയ്യും, വെള്ളം തിളപ്പിച്ചിട്ട് വാട്ടർ ബോയിൽ ചെയ്തിട്ട് നമ്മൾ സ്റ്റീം ജനറേറ്റ് ചെയ്യും. ആ സ്റ്റീം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതാണ് സ്റ്റീം എന്ന് പറയുന്നതാണ് എന്ത്, അതിന്റെ ഹീറ്റ് എനർജി എന്ന് പറയുന്നത്. ആ ഹീറ്റ് എനർജി നമ്മൾ എന്ത് ചെയ്യും, മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പൊ കമ്പഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഹീറ്റ് എനർജിയുടെ ആ പ്രൊഡക്ഷൻ ജനറേഷൻ പുറത്ത് വെച്ച് നടക്കുന്നതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, സ്റ്റീം എഞ്ചിൻ എന്ന് പറയുന്നത് ഒരു എക്സ്റ്റേണൽ കമ്പഷൻ എഞ്ചിൻ ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി കൂടുതലായിട്ട് അകത്തേക്ക് പോയി നോക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് എന്താണ് ഒരു ഹീറ്റ് എഞ്ചിൻ എന്ന് പറയുന്നത് അല്ലെ. മെഷീൻ കൺവേർട്സ് ദ ഹീറ്റ് എനർജി ഇൻടു മെക്കാനിക്കൽ വർക്ക് ആണ് ഒരു ഹീറ്റ് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ. ഇനി
അതെങ്ങനെയാണ് ഒരു ഹീറ്റ് എഞ്ചിൻ എന്ന് പറയുമ്പോൾ അത് ബേണിംഗ് ദ ഫ്യൂവൽ, ഒരു ഫ്യൂവൽ കത്തിയിട്ടായിരിക്കും നമുക്ക് ആ എനർജി അല്ലെങ്കിൽ ഇൻപുട്ട് എനർജി, ഹീറ്റ് എനർജി എന്ന് പറയുന്ന സപ്ലൈ കിട്ടുന്നത് ഒരു ഫ്യൂവല് ബേൺ ചെയ്യുന്നത് കൊണ്ടായിരിക്കും. വീണ്ടും ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു, ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ ഉണ്ട്, എക്സ്റ്റേണൽ കമ്പഷൻ എഞ്ചിൻ ഉണ്ട് അല്ലെ. കമ്പഷൻ ഓഫ് ഫ്യൂവൽ ടേക്സ് പ്ലേസ് ഇൻസൈഡ് ദ എഞ്ചിൻ സിലിണ്ടർ, അതാണ് ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ. കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ, പിടിയിട്ടതല്ലേ? ഓക്കെ. എക്സാമ്പിൾ ഡീസൽ എഞ്ചിൻ, പെട്രോൾ എഞ്ചിൻ, ഗ്യാസ് എഞ്ചിൻസ് ഒക്കെ നമുക്ക് പറയാം. ഇനി എക്സ്റ്റേണൽ കമ്പഷൻ എഞ്ചിൻ എന്താണ്? കമ്പഷൻ ഓഫ് ഫ്യൂവൽ ടേക്സ് പ്ലേസ് ഔട്ട്സൈഡ് ദി വർക്കിംഗ്, പുറത്ത് വെച്ചിട്ടാണ് ഹീറ്റിന്റെ പ്രൊഡക്ഷൻ നമ്മൾ നടത്തുന്നത്. ഫോർ എക്സാമ്പിൾ സ്റ്റീം എഞ്ചിനും സ്റ്റീം ടർബൈനൊക്കെ ഇതിന് എക്സാമ്പിൾസ് ആണ്. ഇനി നമ്മള് മറ്റ് പല ബേസുകളിലും ഇയാളെ ക്ലാസിഫൈ ചെയ്യാണ്. ഈ ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ, ഇപ്പൊ എക്സ്റ്റേണൽ നമ്മൾ മാറ്റി നിർത്തുകയാണ്, അയാളെ കുറിച്ച് നമുക്ക് ആവശ്യമില്ല, തൽക്കാലം പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഫോക്കസ് ചെയ്യുന്ന എന്തിലേക്കാണ്? ഇന്റേണൽ കമ്പഷൻ എഞ്ചിനിലേക്ക് നമ്മൾ വരികയാണ്. അപ്പൊ ഒരു ഇന്റേണൽ കമ്പഷൻ എഞ്ചിനെ പല രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. എങ്ങനെയൊക്കെ? ഫസ്റ്റ് നോക്കിയേ, നമ്പർ ഓഫ് സ്ട്രോക്സ് പെർ സൈക്കിൾ. ഒരു സൈക്കിൾ എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു സൈക്കിള് അതായത് നമ്മുടെ സക്ഷൻ, നിങ്ങൾക്ക് ഈ സ്ട്രോക്കും പ്രോസസ്സും തമ്മിൽ മാറി പോകാറുണ്ടോ? 2 സ്ട്രോക്ക് എഞ്ചിനിൽ എത്ര സ്ട്രോക്ക് ഉണ്ട്? 2 സ്ട്രോക്ക്. 4 സ്ട്രോക്ക് എഞ്ചിനിൽ എത്ര സ്ട്രോക്ക് ഉണ്ട് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ? 4 സ്ട്രോക്ക്. 2 സ്ട്രോക്ക് എഞ്ചിനിൽ എത്ര പ്രോസസ് ഉണ്ട് ഒരു സൈക്കിളിൽ? 4 പ്രോസസ്. 4 സ്ട്രോക്ക് എഞ്ചിനിൽ എത്ര പ്രോസസ് ഉണ്ട് ഒരു സൈക്കിളിൽ? 4. അത് ഡൗട്ട് ഇല്ലല്ലോ, കാരണം ചിലർക്ക് ഈ സ്ട്രോക്കും പ്രോസസ്സും തമ്മിൽ അവർ കൂട്ടിക്കുഴക്കാറുണ്ട്. അത് പ്രശ്നമില്ലല്ലോ. 2 സ്ട്രോക്ക് കാര്യം 2 സ്ട്രോക്ക് ആയാലും 4 സ്ട്രോക്ക് ആയാലും പ്രോസസ്സ് 4 അവിടെ കാണും. സക്ഷൻ, കംപ്രഷൻ, എക്സ്പാൻഷൻ, എക്സോസ്റ്റ്, 4 അവിടെ കാണും. വ്യത്യാസം എന്ന് പറയുന്നത് എത്ര സ്ട്രോക്കിലാണ് ഈ 4 കംപ്ലീറ്റ് ചെയ്യുന്നതെന്നാണ്. അത് 2 സ്ട്രോക്കിൽ കംപ്ലീറ്റ് ചെയ്താൽ അയാൾ 2 സ്ട്രോക്ക് എഞ്ചിനായി. 4 സ്ട്രോക്കിലാണ് കംപ്ലീറ്റ് ചെയ്യുന്നതെങ്കിൽ അയാൾ 4 സ്ട്രോക്ക് സൈക്കിൾ അല്ലെങ്കിൽ എഞ്ചിനായിട്ട് മാറും. ഇനി ഇവരുടെ കമ്പാരിസൺ ഒക്കെ നമുക്ക് പറയാൻ നോക്കാം. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ, അയാളുടെ ഉപയോഗിക്കപ്പെടുന്ന സൈക്കിൾ അല്ലെങ്കിൽ ഏത് സൈക്കിൾ ബേസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ മെത്തേഡ് ഓഫ് ഹീറ്റ് അഡീഷൻ. ഈ രണ്ടിന്റെ ബേസിൽ നമുക്ക് അയാളെ ഓട്ടോ സൈക്കിള് അല്ലെ, ഏത് എഞ്ചിനാണ് ഓട്ടോ സൈക്കിളിന്റെ ബേസിൽ ചെയ്യണത്? പെട്രോൾ എഞ്ചിനാണ്. ഓട്ടോ സൈക്കിൾ ഒരു എന്ത് സൈക്കിളാണ്? ഇവരെയൊക്കെ നമ്മളൊരു കോമൺ ആയിട്ടൊരു കുടക്കീഴിൽ നിർത്തിയായിരുന്നു നമ്മള് സൈക്കിൾസ് പഠിച്ചപ്പോ. ഇവരൊക്കെ എന്ത് റിയൽ ആണോ? യഥാർത്ഥത്തിലുള്ള സൈക്കിളാണോ? പക്ഷെ പിന്നെ ഏത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് ഇവര്? മറന്നുപോയ അല്ല, എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾസിൽ വരുന്ന ആൾക്കാരാണ്. യഥാർത്ഥ സൈക്കിൾസില് കുറെ അസംഷൻസ് വെച്ചിട്ടാണ് നമ്മൾ എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾ എന്ന് പറയണത് അല്ലെ. യഥാർത്ഥത്തിൽ ഇവരൊക്കെ എന്താ? ഓപ്പൺ സിസ്റ്റം ആണ്, ഓപ്പൺ സൈക്കിൾ ആണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? അയാളെ ക്ലോസ്ഡ് ആണെന്ന് പറയണം. പെട്രോൾ ആയാലും ഡീസൽ ആയാലും എന്ത് ഫ്യൂവൽ ആയാലും അയാളൊക്കെ റീപ്ലേസ് ചെയ്തിട്ട് എയർ ആണ് അകത്തെ ആളെന്ന് നമ്മൾ എന്ത് ചെയ്യും? അസ്യൂം ചെയ്യാണ്. അതൊക്കെയാണ് എന്ത്? എയർ സ്റ്റാൻഡേർഡ് സൈക്കിളിന്റെ പ്രത്യേകത. അപ്പോ ഒരു പെട്രോൾ എഞ്ചിൻ വർക്ക് ചെയ്യുന്നത് ഓട്ടോ സൈക്കിളിന്റെ ബേസിലാണ്. അയാളുടെ ആ കമ്പഷൻ നടക്കുന്നത് കോൺസ്റ്റന്റ് വോളിയത്തിലാണ്. അതുകൊണ്ട് കോൺസ്റ്റന്റ് വോളിയം സൈക്കിൾ നമുക്ക് ഓട്ടോ സൈക്കിളിനെ വിളിക്കും. നമ്മൾ കണ്ടാണ്. ദെൻ ഡീസൽ സൈക്കിൾ കോൺസ്റ്റന്റ് പ്രഷറിലാണ് എന്ത് നടക്കുന്നത്? അല്ലെങ്കിൽ കമ്പഷൻ നടക്കുന്നത്. സെമി ഡീസൽ എഞ്ചിൻ അല്ലെങ്കിൽ ഡ്യുവൽ കമ്പഷൻ എഞ്ചിൻ, രണ്ടൊന്നിനാണ്. സെമി ഡീസൽ എഞ്ചിൻ ഓർ ഡ്യുവൽ കമ്പഷൻ എഞ്ചിൻ. അതിലെങ്ങനെയായിരിക്കും ഹീറ്റ് അഡീഷൻ? എങ്ങനെയായിരിക്കും ഹീറ്റ് അഡീഷൻ നടക്കുന്നത് ഡ്യുവൽ കമ്പഷനിൽ? ഓർക്കണ്ട, ആദ്യം കോൺസ്റ്റന്റ് പ്രഷറാണ്. നിങ്ങളെ എപ്പോഴും IC എഞ്ചിനൊക്കെ പഠിക്കുമ്പോ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാല് ഫിഗർ അറിയലാണ്. ഫിഗർ അല്ലെ ഫിഗറോ ഡയഗ്രാമോ, ഇപ്പൊ എന്തെങ്കിലും കമ്പോണന്റ് പാർട്ട് ആണെങ്കിൽ അയാളുടെ ഫിഗർ മനസ്സിലേക്ക് വരണം. ഇതുപോലത്തെ ഡയഗ്രാംസ് ആണെങ്കിൽ ഡയഗ്രാം മനസ്സിലേക്ക് വരണം. കാരണം ചിലപ്പോൾ ചോദിക്കും, ചില ചോദിച്ചു കണ്ടിട്ടില്ല എന്നാലും വേണമെങ്കിൽ ചോദിച്ചേക്കാം, ഡ്യുവൽ കമ്പഷൻ സൈക്കിളില് ആദ്യം ഹീറ്റ് അഡീഷൻ ഏത് പ്രോസസ്സിൽ നടക്കും? അപ്പോഴായിരിക്കും നമ്മൾ ആലോചിക്കുന്നത് ശരിയാണല്ലോ, രണ്ടെണ്ണം ഉണ്ട്, ഏതാണ് ആദ്യം എന്നുള്ള ആലോചിക്കുന്നത്. ഫിഗർ ഡയഗ്രാം അറിയാവുന്നതിന് എഴുതാൻ പറ്റും. ഡയഗ്രാം മനസ്സിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ഏതാണ്? സക്ഷൻ കംപ്രഷൻ കഴിഞ്ഞാല് നെക്സ്റ്റ് എന്താണ്? കോൺസ്റ്റന്റ് പ്രഷറിലാണ് ഫസ്റ്റ് ഹീറ്റ് അഡീഷൻ. അതിനുശേഷം കോൺസ്റ്റന്റ് വോളിയത്തിലാണ് രണ്ടാമത്തെ പാർട്ടിൽ ഹീറ്റ് അഡീഷൻ നടക്കുന്നത്. ഓക്കെ. ദെൻ ടൈപ്സ് ഓഫ് ഫ്യൂവൽ യൂസ്ഡ്. പെട്രോൾ എഞ്ചിൻ, ഡീസൽ എഞ്ചിൻ, ഗ്യാസ് എഞ്ചിൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അവരെ ഇത് ചെയ്യാം.
ഈ പെട്രോൾ എഞ്ചിൻ ഗ്യാസ് എഞ്ചിനായിട്ട് കൺവേർട്ട് ചെയ്ത് ഓടിക്കണുണ്ടോ? നമ്മൾ LPG ഒഴിച്ചാലും പെട്രോൾ എഞ്ചിൻ ഓടും. സ്റ്റാർട്ടിങ് പെട്രോളും പിന്നെ റണ്ണിങ്ങില് ഗ്യാസ്. സ്റ്റാർട്ടിങ്ങിൽ പെട്രോളോ നിർബന്ധമൊന്നുമില്ല, ഗ്യാസ് ആയാലും ഓടും. പക്ഷെ കുറെ നാൾ ഓടിക്കഴിയുമ്പോൾ ആ എഞ്ചിൻ കേടാവും, അല്ലെങ്കിൽ എഞ്ചിൻ പണി വരും. എന്താ കാരണം? ഞാൻ ചോദിക്കുന്നത് ഗ്യാസ് ഫ്യൂവലായിട്ട് ഉപയോഗിക്കാവുന്ന എഞ്ചിൻ അല്ല എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി ഡിസൈൻ ചെയ്യുന്ന എഞ്ചിൻ അല്ല. പെട്രോൾ എഞ്ചിനിലാണ് നമ്മൾ ഈ ഗ്യാസ് ഫ്യൂവലായിട്ട് ഉപയോഗിക്കാറ്. അതിൽ കുറച്ച് ചെറിയ മാറ്റങ്ങളൊക്കെ ഇന്നറ്റിലൊക്കെ വരുത്തിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ മൊത്തത്തില് ഇൻ എഫക്ട് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ കമ്പഷൻ ചേമ്പറിന്റെ മെറ്റീരിയലോ ഡിസൈനോ ഒന്നും നമ്മൾ മാറ്റിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഈ പെട്രോൾ എഞ്ചിനിൽ ഗ്യാസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ എഞ്ചിന് പണി വരും. അതെന്താ കാരണം? വേറൊന്നുമല്ല, പെട്രോളിന്റെ പ്രോപ്പർട്ടി അല്ല ഗ്യാസിന്റെ പ്രോപ്പർട്ടി. എന്ന് പറഞ്ഞാല് ഇയാൾ കത്തുമ്പോ, ഈ ഗ്യാസ് കത്തുമ്പോ അയാൾക്കിന്റെ കലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത് പെട്രോളിനേക്കാളും കൂടുതലായിരിക്കും. അവിടെ വരുന്ന ടെമ്പറേച്ചർ റൈസ് എന്നൊക്കെ പറയുന്നത് അതിനേക്കാളും കൂടുതലായിരിക്കും. അതിനനുസരിച്ചിട്ട് ആ എഞ്ചിനില് എന്താണ് ലൂബ്രിക്കേഷൻ ഓയിലിന്റെ സ്വഭാവങ്ങൾ പ്രശ്നം വരും, ഫ്രിക്ഷൻ കൂടും, വിയർ ആൻഡ് ടിയർ കൂടും. അങ്ങനെ മൊത്തം കാരണം എന്താ, നമ്മൾ ഇയാളെ ഡിസൈൻ ചെയ്തേക്കുന്നത് പെട്രോൾ കത്തുമ്പോൾ ഉണ്ടാവുന്ന സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇയാളെ ഡിസൈൻ ചെയ്തേക്കുന്നത്. അവിടെയാണ് വേറൊരു സ്വഭാവത്തിലുള്ള ഒരാളെ കൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യും, കുറെ നാൾ കഴിയുമ്പോൾ എഞ്ചിനിൽ കുറെ പ്രശ്നങ്ങളൊക്കെ കാണും. അതുകൊണ്ടാണ് ആ പ്രശ്നം വരുന്നത്. ഇനി ഡീസൽ എഞ്ചിനിൽ പെട്രോൾ ഒഴിച്ചാൽ എന്ത് പറ്റും, പെട്രോൾ എഞ്ചിനിൽ ഡീസൽ എഞ്ചിൻ ഒഴിച്ചാൽ എന്ത് പറ്റും എന്നൊക്കെ നമുക്ക് നോക്കിങ് പറയാട്ടോ. നോക്കിങ് ഡിറ്ററേഷൻ ഒക്കെ വരും, അത് കമ്പഷന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പൊ നമുക്ക് പറയാം എന്ത് പറ്റും എന്നുള്ളത്. ഇനി നെക്സ്റ്റ് ഇഗ്നീഷൻ മെത്തേഡ്, അതായത് എങ്ങനെയാണ് നമ്മൾ ആ കമ്പഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്പാർക്ക് ഇഗ്നീഷൻ എഞ്ചിൻ ഓർ SI എഞ്ചിൻ, കംപ്രഷൻ ഇഗ്നീഷൻ എഞ്ചിൻ ഓർ CI എഞ്ചിൻ. ഈ സ്പാർക്ക് ഇഗ്നീഷൻ എഞ്ചിൻ ആണ് ആര്, പെട്രോൾ എഞ്ചിൻ നമ്മൾ പറയുന്ന ആള്. കംപ്രഷൻ ഇഗ്നീഷൻ ആണ് ആര്, ഡീസൽ എഞ്ചിൻ എന്നുള്ളത്. നിങ്ങൾക്ക് അത്യാവശ്യം എല്ലാവർക്കും ധാരണ ഉള്ളതല്ലേ എഞ്ചിനൊക്കെ? ഫാത്തിമക്കൊക്കെ ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് അടുത്ത ക്ലാസിഫിക്കേഷൻ കൂളിംഗ് സിസ്റ്റം വെച്ചിട്ടാണ്. എയർ കൂൾഡ് എഞ്ചിനും വാട്ടർ കൂൾഡ് എഞ്ചിനും. എയർ കൂൾഡ് എഞ്ചിൻ എക്സാമ്പിൾ പറയാമോ? എയർ കൂൾഡ് എഞ്ചിൻ കണ്ടിട്ടുണ്ടോ? എയർ കൂൾഡ് എഞ്ചിൻ മോട്ടോർ സൈക്കിളിലൊക്കെ എയർ കൂൾഡ് ആണ്, ശരിയല്ലേ? എന്താ ഡൗട്ട് പറഞ്ഞ? ബാക്കിയുള്ളവർക്ക് ഡൗട്ട് പറഞ്ഞ എന്താ? കേൾക്കുന്നുണ്ടോ? അതായത് നമ്മുടെ ലൈറ്റർ ആയിട്ടുള്ള എഞ്ചിൻ, അതായത് ഹെവി അല്ലാത്ത അത്യാവശ്യം ലൈറ്റർ ആയിട്ടുള്ള എഞ്ചിനിലൊക്കെ നമ്മൾ എയർ കൂൾഡ് ആണ് ഉപയോഗിക്കുന്നത്. എന്ന് പറയുമ്പോൾ നമ്മുടെ മോട്ടോർ സൈക്കിള്, ബൈക്ക്, സ്കൂട്ടർ ഇങ്ങനത്തെ ഇതിലൊക്കെ എന്താണ്, എയർ കൂളിംഗ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അതിൽ നിങ്ങള് ഒരു എഞ്ചിന്റെ പാർട്ട് കണ്ടാൽ ഇതിനകത്ത് ഫിഗർ ഉണ്ടോന്ന് അറിയില്ല. നിങ്ങൾ ഫിൻസ് ബൈക്കിന്റെ ഒക്കെ സിലിണ്ടർ ഹെഡിന്റെ അവിടെ പ്ലേറ്റ് പോലെ അങ്ങനെ നീണ്ടു ഉണ്ടാവും അല്ലേ? മീനിന്റെ ചിറക് പോലെ. അതന്നെ, മീനിന്റെ ചിറക് പോലെ അല്ലെ? അതെന്തിനാ വെക്കണേ? കൂളിംഗ് സർഫസ് ഏരിയ കൂട്ടാനാണ്. സർഫസ് ഏരിയ കൂട്ടുമ്പോ എന്താണ് അതിന്റെ പ്രത്യേകത? ഹീറ്റ് ട്രാൻസ്ഫറിന്റെ റേറ്റ് കൂടും. അതിനാണ് ഇതൊക്കെ നമ്മള് ഓർക്കുമ്പോ പറയാനാണോ, നമ്മുടെ സിലബസിലില്ല, നല്ല ഓർക്കുമ്പോ പറയാനാണ്. ഹീറ്റ് ട്രാൻസ്ഫറിന്റെ റേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഫിൻസ് വെച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പൊ അത് നമ്മൾ എവിടെ കാണും? സാധാരണ എയർ കൂൾഡ് എഞ്ചിൻസിലാണ് നമ്മൾ ആ ഫിൻസ് എന്ന് പറയുന്ന ഭാഗം നമ്മൾ കാണാറ്. ഇനി നെക്സ്റ്റ് വാട്ടർ കൂൾഡ് എഞ്ചിൻ അല്ലെ? വാട്ടർ കൂൾഡ് എഞ്ചിൻ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ കുറച്ചും കൂടി ഒരു കാർ മുതൽ മുകളിലേക്ക് അല്ലെ, അങ്ങനത്തെ വണ്ടികളിലൊക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കും, ഒരു വാട്ടർ കൂൾഡ് എഞ്ചിനാണ് നമ്മൾ ഉപയോഗിക്കാറ്. ദെൻ നമുക്ക് അത്യാവശ്യം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കുറെ ടേംസ് ആണ്, കുറെ എഞ്ചിൻ ടെർമിനോളജീസ് ആണ് നമ്മൾ നെക്സ്റ്റ് നോക്കണേ. ഫസ്റ്റ് വൺ അറിയാവുന്ന നമുക്ക് പെട്ടെന്ന് നീക്കി വിടാം. എന്താണ് ബോർ എന്ന് പറഞ്ഞാല്? ബോർ സിലിണ്ടർ ബോർ എന്നൊക്കെ പറയാം. അതായത് നമ്മുടെ എഞ്ചിൻ സിലിണ്ടറിന്റെ ആ ഇൻസൈഡ് അകത്തെ ഡയാമീറ്ററിന് നമ്മൾ പറയുന്ന പേരാണ് ബോർ എന്ന് പറഞ്ഞാൽ അല്ലെ? ബോർ എന്ന് പറഞ്ഞാൽ അതിന്റെ കൂടെ ഡയാമീറ്റർ എന്ന് പറഞ്ഞ നിർബന്ധമില്ല, ചുമ്മാ ബോർ എന്നൊക്കെ പറയാം. ബോർ ഓഫ് സിലിണ്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ സിലിണ്ടറിന്റെ ഇന്നർ ഡയാമീറ്റർ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ടോപ്പ് ഡെഡ് സെന്റർ, TDC. എന്താണ് TDC എന്ന് പറഞ്ഞാല്? അതായത് നമുക്കറിയാം, നിങ്ങളുടെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാല് ഒരു എഞ്ചിൻ ബ്ലോക്ക് ഉണ്ടെങ്കിൽ ആ എഞ്ചിൻ ബ്ലോക്ക് നമ്മൾ എന്ത് വെച്ചാൽ അടച്ചേക്കണേ? ഒരു സിലിണ്ടർ വെച്ചിട്ട് നമ്മൾ അടച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ നമ്മുടെ പിസ്റ്റൺ സിലിണ്ടർ ഹെഡിൽ പോയി ഇടിക്കാതിരിക്കാൻ വേണ്ടി ഒരു ക്ലിയറൻസ് വോളിയം കൊടുത്തിട്ടുണ്ടാവും.
അല്ലെ? അപ്പൊ ക്ലിയറൻസ് വോളിയം തുടങ്ങുന്ന ആ ഭാഗം അതാണ് എന്ത് നമ്മുടെ ടോപ്പ് ഡെഡ് സെന്റർ. അത് പിസ്റ്റൺ അവിടം വരെ വന്ന് നിൽക്കും അല്ലെ? അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ടോപ്പ് ഡെഡ് സെന്റർ. അത് മാക്സിമം ടോപ്പില് എത്ര വരെ എത്താമോ അതാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ടോപ്പ് ഡെഡ് സെന്റർ നമ്മൾ വിളിക്കുന്നത്. സിമിലർലി എന്താണ് ബോട്ടം ഡെഡ് സെന്റർ? മാക്സിമം എത്ര താഴേക്ക് പിസ്റ്റൺ വരാമോ അതിനാണ് നമ്മൾ ബോട്ടം ഡെഡ് സെന്റർ എന്ന് വിളിക്കുന്നത്. ഇനി എന്താണ് ഒരു സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ? സ്ട്രോക്ക് പിസ്റ്റൺ TDC മുതൽ BDC വരെ സഞ്ചരിക്കുന്ന ദൂരം, അല്ലെങ്കിൽ നേരെ തിരിച്ചും പിസ്റ്റൺ BDC മുതൽ TDC വരെ സഞ്ചരിക്കുന്ന ദൂരം. ശ്രദ്ധിക്കാട്ടോ, ഡിസ്റ്റൻസ് ആണ്. എന്തോ എന്തായാലും ചോദിച്ചോ? ഓക്കെ. ഓഡിയോ കട്ടാവണില്ലല്ലോ, ക്ലിയർ അല്ലേ? അപ്പൊ ശ്രദ്ധിക്കുക, ഡിസ്റ്റൻസ് ആണ് കേട്ടോ. TDC മുതൽ BDC വരെയുള്ള ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ BDC മുതൽ TDC വരെയുള്ള ഡിസ്റ്റൻസ്. അത് വോളിയം ആണെങ്കിലോ BDCയും TDCയുടെ മേലുള്ള വോളിയം എന്ന് പറഞ്ഞാൽ എന്തായിട്ട് മാറും? ആൾക്ക് 3 പേരുണ്ട്, 3 പേരും അറിഞ്ഞിരിക്കുക. ഒന്നുകിൽ സ്ട്രോക്ക് വോളിയം, അല്ലെങ്കിൽ സ്വെപ്റ്റ് വോളിയം, അല്ലെങ്കിൽ പിസ്റ്റൺ ഡിസ്പ്ലേസ്മെന്റ് വോളിയം. 3 ആൾക്കാരും ഒന്ന് തന്നെയാണ് കേട്ടോ. ശ്രദ്ധിക്കുക, സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ സ്ട്രോക്ക് ലെങ്ത് ആണ് ഉദ്ദേശിക്കുന്നത്. സ്ട്രോക്ക് എന്ന് പറയുന്നത് ബോർ എന്ന് പറയുന്നത് ബോർ ഡയാമീറ്റർ എന്ന് നമ്മൾ പറയുന്ന പോലെ, സ്ട്രോക്ക് എന്നൊരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ എന്താണ്? സ്ട്രോക്ക് ലെങ്ത് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് TDC മുതൽ BDC വരെയുള്ള ഡിസ്റ്റൻസ് ആണ്, ദൂരമാണ്. മറ്റേത് വോളിയം ആണ് അല്ലെ? BDCയുടെയും TDCയുടെയും ഇടയിലുള്ള വോളിയം ആണ്. അയാളെ വിളിക്കുന്ന പേരെന്താ? സ്ട്രോക്ക് വോളിയം, അല്ലെങ്കിൽ പിസ്റ്റൺ ഡിസ്പ്ലേസ്മെന്റ് വോളിയം, അല്ലെങ്കിൽ സ്വെപ്റ്റ് വോളിയം. 3 പേര് അറിഞ്ഞിരിക്കണം. ഓക്കെ, സാധാരണ നമ്മൾ സ്വെപ്റ്റ് വോളിയം എന്നാണ് ഉപയോഗിക്കാറ്, കൂടുതലും നമ്മൾ കാണാറ്. ഇനി നമുക്ക് ജസ്റ്റ് നമ്മള് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ ഒന്ന് നോക്കാം അല്ലെ? ഇവിടെ നിങ്ങൾക്ക് എന്ത് കാണാം? ഒരു ഇൻലെറ്റ് മാനിഫോൾഡ് കാണാം. ഇതിൽ കൂടി ആയിരിക്കും ആര് വരുന്നത്? ഒരു പെട്രോൾ എഞ്ചിൻ ആണെങ്കിൽ ഇൻലെറ്റ് മാനിഫോൾഡ് എയർ ഫ്യൂൽ മിക്സർ കയറി വരും. ഡീസൽ എഞ്ചിൻ ആണെങ്കിലോ എയർ മാത്രം കയറി വരും. ഓക്കെ, ഇനി നിങ്ങൾ നോക്കിയേ, സ്ട്രോക്ക് എന്ന് പറഞ്ഞപ്പോ ഇവിടെ ടോപ്പ് ഡെഡ് സെന്റർ TDC ഉണ്ട്. TDC ഇവിടെയാണ് TDC എന്ന് പറയുന്നത്. മാർക്ക് ചെയ്ത് കാണിക്കാം. ഇവിടെയാണ് നമ്മളുടെ TDC എന്ന് പറയുന്നത്. ഇതാണ് BDC എന്ന് പറയുന്നത്. പിസ്റ്റൺ മാക്സിമം ട്രാവൽ ചെയ്യുന്ന ആ ഒരു ഡിസ്റ്റൻസ്. ഇതിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസിനെയാണ് എന്ത് വിളിച്ചേക്കുന്നത്? സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഇതിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മളുടെ സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഇനി ആ പിസ്റ്റന്റെ ടോപ്പും സിലിണ്ടറിന്റെ ഹെഡും അതിന്റെ ഇടയിലുള്ള ഈ വോളിയമാണ് എന്ത്? ക്ലിയറൻസ് വോളിയം എന്ന് കാണിച്ചിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് എന്താ? ബോർ. ഈ ഡയാമീറ്റർ, നിങ്ങളുടെ ഈ സിലിണ്ടറിന്റെ ഈ ഡയാമീറ്റർ നമ്മൾ എന്ത് വിളിക്കുന്നത്? ബോർ എന്നും പറഞ്ഞ് നമ്മൾ വിളിക്കുന്നത്. പിന്നെ മുകളിൽ നിങ്ങൾക്ക് ഒരു സിലിണ്ടർ ഹെഡും എക്സോസ്റ്റ് ഒക്കെ കാണാം. ഇവിടെ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫിഗർ കൊടുത്തിട്ടുണ്ട്. ടോപ്പ് ഡെഡ് സെന്റർ, ഇവിടെ ബോട്ടം ഡെഡ് സെന്റർ, അതിന്റെ ഇടയിലുള്ള ലെങ്ത് സ്ട്രോക്ക്, ഡയാമീറ്റർ ഓഫ് ദി സിലിണ്ടർ ആണ് നമ്മുടെ ബോർ എന്ന് പറയുന്നത്. ക്ലിയറൻസ് വോളിയം ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇനി സിലിണ്ടർ വാള്, പിസ്റ്റൺ. ഓക്കെ, പിന്നെ ഒരു നമുക്ക് ജസ്റ്റ് ഇതിന്റെ ഫംഗ്ഷൻ കൂടി പറഞ്ഞു പോവാം. കുറെ വരുന്നുണ്ട്, എന്നാലും ജസ്റ്റ് ഒന്ന് നോക്കാം. എന്താണ് ഒരു പിസ്റ്റന്റെ ഫംഗ്ഷൻ? എന്താണ് പിസ്റ്റൺ? എന്താണ് പിസ്റ്റന്റെ ഫംഗ്ഷൻ? പറഞ്ഞോ. അതായത് കമ്പഷൻ നടക്കുമ്പോ, ശ്രദ്ധിക്കട്ടെ, കമ്പഷൻ നടക്കുമ്പോ ഹീറ്റ് എനർജിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെ? അയാളെ ആദ്യമായിട്ട് ഒരു മെക്കാനിക്കൽ എനർജിയിലേക്ക് മാറ്റുന്നത് ഈ പിസ്റ്റൺ ആണ്. ആ മെക്കാനിക്കൽ എനർജി കൺവേർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടാണ് എന്ത്? പിസ്റ്റൺ താഴേക്ക് മൂവ് ചെയ്യുന്നത്. അതിന്റെ മോഷൻ റെസിപ്രോക്കേറ്റിംഗ് ആണ്. അതായത് ടു ആൻഡ് ഫ്രോ മോഷൻ, മുകളിലേക്കും താഴേക്കാണ് അയാള് മോഷൻ നടക്കുന്നത് അല്ലെ? പക്ഷെ നമുക്ക് വേണ്ടത് എന്താണ്? റോട്ടറി മോഷൻ ആണ്. അതായത് നമുക്ക് എന്ത് ചെയ്യണം? എഞ്ചിനെ അല്ലെങ്കിൽ എഞ്ചിൻ ക്രാങ്ക് ഷാഫ്റ്റിനെ റൊട്ടേറ്റ് ചെയ്ത് അവിടെ നിന്ന് ട്രാൻസ്മിഷൻ വഴി നമ്മൾ എന്ത് ചെയ്യണം? പുറകെ, നമ്മുടെ റിയർ വീൽ ഡ്രൈവ് ആണെങ്കിൽ പുറകേക്ക് എടുക്കണം, ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണെങ്കിൽ മുന്നിലേക്ക് ഡ്രൈവ് എടുക്കണം. നമുക്ക് ലാസ്റ്റ് ഫൈനലി കിട്ടുന്നത് എന്താ? റൊട്ടേഷൻ ആണ് കിട്ടേണ്ടത്. പക്ഷെ ആദ്യം പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ആ ഒരു മോഷൻ എന്താ? റെസിപ്രോക്കേറ്റിംഗ് ആണ്. പിസ്റ്റന്റെ റെസിപ്രോക്കേറ്റിംഗ് മോഷൻ ആണ് കിട്ടുന്നത്. അതിനെ റോട്ടറി മോഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യും ആര്? ചോദ്യമാണ്. പിസ്റ്റന്റെ റെസിപ്രോക്കേറ്റിംഗ് മോഷനെ
ക്രാങ്ക് ഷാഫ്റ്റിന്റെ റോട്ടറി മോഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആളാരാണ്? കണക്ടിംഗ് റോഡാണ്. ശ്രദ്ധിക്കാട്ടാ, കണക്ടിംഗ് റോഡ് ഇയാള്. ഈ കണക്ടിംഗ് റോഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഇയാൾക്ക് ഒരു സ്മോൾ എൻഡ് ഉണ്ടാവും. അതായത് ഇയാള് എന്താ ഒരു ഗ്രാജുവലി ഇൻക്രീസിങ് ഏരിയ ആണോ ഡിക്രീസിങ് ഏരിയ ആണോ പറയാം അയാളുടെ ക്രോസ് സെക്ഷൻ നോക്കി കഴിഞ്ഞാൽ. അപ്പൊ അയാൾക്ക് ഒരു സ്മോൾ എൻഡ് ഉണ്ടാവും, ഒരു ബിഗ് എൻഡ് ഉണ്ടാവും. അതായത് വലിയ എൻഡും ഉണ്ടാവും, ഒരു സ്മോൾ എൻഡ് ഉണ്ടാവും. സ്മോൾ എൻഡ് എങ്ങോട്ട് കണക്ട് ചെയ്യുന്നു? കണക്ട് ചെയ്യും. ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഉപകാരപ്പെട്ടില്ലെങ്കിലും വേറെ എവിടെയെങ്കിലും ഒക്കെ ഉപകാരപ്പെടും കേട്ടോ. അപ്പൊ ഇവിടെ ഒരുപാട് ഡെപ്തിലേക്ക് ഞാൻ നോട്ടിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പൊ നിങ്ങൾ വേണമെങ്കിൽ ജസ്റ്റ് ഇപ്പൊ നോട്ട് കുറിക്കുന്നെങ്കിൽ പിന്നെ രണ്ടാമത് ഒന്ന് കണ്ടിട്ട് നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, ഇതൊന്നും നോട്ടിൽ ഉണ്ടാവില്ല. പക്ഷെ ഏതെങ്കിലും ഒരു എക്സാമിനൊക്കെ SSCക്ക് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എക്സാമിനൊക്കെ ഇത് ചോദിക്കാറുണ്ട്, ആവശ്യം വരും. അപ്പൊ ശ്രദ്ധിക്കുക, പിസ്റ്റന്റെ സ്മോൾ എൻഡ് നമ്മൾ പിസ്റ്റനുമായിട്ട് കണക്ട് ചെയ്യും. എങ്ങനെ? എന്തുപയോഗിച്ചിട്ട്? ഒരു പിൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എൻജിൻ എന്താണ് ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാം ആണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ പമ്പ് ഓപ്പറേറ്റർ എന്നുള്ള എക്സാമിനൊക്കെ എൻജിൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനൊക്കെ പ്രതീക്ഷിക്കാം. എന്ത് പിൻ വെച്ചിട്ടാണ്, എന്ത് വെച്ചിട്ടാണ് കണക്ടിംഗ് റോഡിന്റെ സ്മോൾ എൻഡിനെ പിസ്റ്റണുമായിട്ട് ബന്ധിപ്പിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേരാണ് റിസ്റ്റ് പിൻ അല്ലെങ്കിൽ ഗഡ്ജൻ പിൻ. റിസ്റ്റ് പിൻ ഓർ ഗഡ്ജൻ പിൻ. GUDGEON അങ്ങനെ സ്പെല്ലിംഗ്, GUDGEON, ഗഡ്ജൻ പിൻ എന്ന് പറയും, ഓർ റിസ്റ്റ് പിൻ. രണ്ടും ഒന്ന് തന്നെയാണ്. ഇനി ബിഗ് എൻഡ് എങ്ങോട്ട് കണക്ട് ചെയ്യും? അത് നമ്മള് വേറെ പിന്നൊന്നും ഉപയോഗിച്ചിട്ടല്ല, ബിയറിംഗ്സിന്റെ ഒക്കെ സഹായത്തോട് കൂടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബിഗ് എൻഡിനെ ക്രാങ്ക് ഷാഫ്റ്റുമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? കണക്ട് ചെയ്യും. പിസ്റ്റന്റെ റെസിപ്രോക്കേറ്റിംഗ് മോഷനെ ക്രാങ്ക് ഷാഫ്റ്റിന്റെ റോട്ടറി മോഷൻ ആക്കും. ആര്? നമ്മളുടെ കണക്ടിംഗ് ആക്കും. ഓക്കെ, പിന്നെ ഇവിടെ ഒരു ഇൻലെറ്റ് വാൽവ് കാണാം, ഒരു എക്സോസ്റ്റ് വാൽവ് കാണാം. ഒരു പെട്രോൾ എഞ്ചിൻ ആണെങ്കിൽ ഒരു സ്പാർക്ക് പ്ലഗ് കാണാം, അല്ലെങ്കിൽ ഡീസൽ എഞ്ചിൻ ആണെങ്കിൽ ഫ്യൂൽ എഞ്ചിൻ കാണാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ടൈം ആണ് സെപ്റ്റ് വോളിയം. എന്താണ് അപ്പൊ സെപ്റ്റ് വോളിയം എന്ന് പറഞ്ഞാല്? ആ TDCയുടെയും BDCയുടെയും അല്ലെങ്കിൽ പിസ്റ്റൺ ആ കവർ ചെയ്യുന്ന വോളിയം, ഡിസ്പ്ലേസ് ചെയ്യുന്ന വോളിയം ഡ്യൂറിങ് വൺ സ്ട്രോക്ക്. ഒരു സ്ട്രോക്കിൽ അത് TDCന്ന് BDCയിലേക്ക് കവർ ചെയ്യുന്ന വോളിയം ആകാം, അല്ലെങ്കിൽ BDCന്ന് TDCയിലേക്ക് കവർ ചെയ്യുന്ന വോളിയം ആകാം. അപ്പൊ അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ആ സിലിണ്ടറിന്റെ ഡയാമീറ്ററും അയാളുടെ സ്ട്രോക്ക് ലെങ്ത്തും അറിയാമെങ്കിൽ നമുക്ക് ആ വോളിയം കണ്ടുപിടിച്ചൂടെ? അയാളുടെ ആ ഏരിയ ഇൻറ്റു അയാളുടെ ആ സ്ട്രോക്ക് ലെങ്ത് നമുക്ക് എന്ത് കിട്ടും? അയാളുടെ വോളിയം കിട്ടും. സ്ട്രോക്ക് വോളിയം അല്ലെങ്കിൽ സെപ്റ്റ് വോളിയം നമുക്ക് കിട്ടും. ഇനി എന്താണ് ഇപ്പൊ ക്ലിയറൻസ് വോളിയം? പിസ്റ്റൺ ടോപ്പ് ഡെഡ് സെന്ററിൽ ഇരിക്കുമ്പോൾ ആ പിസ്റ്റന്റെ ടോപ്പും സിലിണ്ടർ ഹെഡും തമ്മിലുള്ള ആ ഗ്യാപ്പ്, ആ ഗ്യാപ്പിലുള്ള വോളിയം എന്ത്? ക്ലിയറൻസ് വോളിയം. VC എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത്. VC, ക്ലിയറൻസ് വോളിയം. ഓക്കെ, നെക്സ്റ്റ് സിലിണ്ടർ വോളിയം. സിലിണ്ടർ വോളിയം എന്താണ്? സിലിണ്ടർ വോളിയം എന്ന് പറഞ്ഞാൽ ആ ടോട്ടൽ സിലിണ്ടർ വോളിയം എന്ന് പറഞ്ഞാൽ സെപ്റ്റ് വോളിയവും പ്ലസ് ക്ലിയറൻസ് വോളിയം. ആ ഫിഗറിലേക്ക് പോകണോ? ഇവിടെ നോക്കിക്കോ. അതെ, സെപ്റ്റ് വോളിയം അല്ലെങ്കിൽ സ്ട്രോക്ക് വോളിയം എന്ന് പറഞ്ഞാൽ ഇവിടം വരെയാണ്, TDCയും BDCയുടെ ഇടയിലുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് വോളിയം കൂടി ഉണ്ട്, അതാണ് എന്ത്? ക്ലിയറൻസ് വോളിയം. അപ്പൊ ക്ലിയറൻസ് വോളിയവും സ്ട്രോക്ക് വോളിയം കൂടി ആഡ് ചെയ്യുന്നതാണ് എന്ത്? ടോട്ടൽ സിലിണ്ടർ വോളിയം എന്ന് പറഞ്ഞാല്. നെക്സ്റ്റ് കംപ്രഷൻ റേഷ്യോ. ഈ CC എന്ന് പറഞ്ഞാൽ എന്താ? CC എഞ്ചിന്റെ CC ക്യൂബിക് കപ്പാസിറ്റി എന്ന് പറയും. അല്ലെങ്കിൽ ഒരു 1000 cc വണ്ടി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? എന്താണ് 1000? അതായത് ടോട്ടൽ വോളിയം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ഇവിടെ ഒരു ടോട്ടൽ സിലിണ്ടർ വോളിയം V പഠിച്ചു, ഒരു ക്ലിയറൻസ് വോളിയം പഠിച്ചു, ഒരു സെപ്റ്റ് വോളിയം പഠിച്ചു. ഈ 3 വോളിയത്തിൽ ഏതാണ്? അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ? അങ്ങനെ അറിയില്ല. അതാണ് നമ്മൾ അറിയേണ്ടത്. സിലിണ്ടർ ടോട്ടൽ സിലിണ്ടർ വോളിയം ആണ്. അപ്പൊ ഒരു 4 സിലിണ്ടർ എഞ്ചിൻ ആണെങ്കിൽ ഒരു സിലിണ്ടറിന്റെ ടോട്ടൽ വോളിയം ആണോ അപ്പൊ 1000 എന്ന് പറയുന്നത്? 1000 cc വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഒരു 4 സിലിണ്ടർ എഞ്ചിൻ ആണെന്നുണ്ടെങ്കിൽ 4 സിലിണ്ടർ ഉള്ള ഒരു കാറാണെന്ന് വിചാരിക്കുക. അപ്പൊ അതിന്റെ ഒരു സിലിണ്ടറിന്റെ ടോട്ടൽ വോളിയം ആണോ ഈ പറയുന്ന? അല്ലല്ല, 4 സിലിണ്ടറിന്റെ ടോട്ടൽ വോളിയം ആഡ് ചെയ്യുന്നതാണ് 1000 എന്ന് പറഞ്ഞാല് ഒരു സിലിണ്ടറിന്റെ ടോട്ടൽ വോളിയം അപ്പൊ 250 അങ്ങനെയാണോ? അങ്ങനെയല്ല, കുറച്ച് ശരിയാണ്. പക്ഷെ ടോട്ടൽ വോളിയം അല്ല, സെപ്റ്റ് വോളിയം ആണ്.
സെപ്റ്റ് വോളിയമാണ്. അതായത് 4 സിലിണ്ടർ ഉള്ള ഒരു വണ്ടി 1000 cc ആണെങ്കിൽ അതിന്റെ ഒരു സിലിണ്ടറിലെ സെപ്റ്റ് വോളിയം എന്ന് പറയുന്നതാണ് 250 വരിക, 250 cc വരിക. ഓക്കെ, അപ്പൊ തെറ്റിപ്പോയത് ടോട്ടൽ സിലിണ്ടർ വോളിയം അല്ല, സെപ്റ്റ് വോളിയം ആണെന്ത്. കാരണം ആ സെപ്റ്റ് വോളിയം അത് കവർ ചെയ്യുന്നത് വെച്ചിട്ടല്ലേ നമ്മൾ വോളിയോമെട്രിക് എഫിഷ്യൻസി പറയാൻ പറ്റുള്ളൂ. സിലിണ്ടർ വോളിയം എത്ര ആയിക്കോട്ടെ, സെപ്റ്റ് വോളിയം എത്രത്തോളം ഉണ്ടോ അത്രത്തോളം ആണെന്ത് അതിന്റെ അകത്തേക്ക് ചാർജ് കയറി വരുള്ളൂ. എയർ ആയാലും നമ്മളുടെ എയർ ഫ്യൂൽ മിക്സ്ചർ ആയാലും അകത്തേക്ക് കയറി വരുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാ? സ്ട്രോക്ക് വോളിയത്തിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അല്ലെ. ഇപ്പൊ ഒരു സിലിണ്ടർ സിറിഞ്ച് നമ്മൾ എടുത്തു കഴിഞ്ഞാല് അയാളുടെ ആ ഒരു പിസ്റ്റൺ ഷേപ്പ് ഉണ്ടല്ലോ, അത് മാക്സിമം അപ്പുറത്തേക്ക് വെച്ചിട്ട് നമ്മൾ വലിച്ചു കഴിഞ്ഞാല് മാക്സിമം അകത്തേക്ക് കയറും, ശരിയല്ലേ? ഇനി ഒരു പകുതിക്ക് നിർത്തിയിട്ടാണ് വലിക്കണമെങ്കിലോ അത്രയും കുറച്ചകത്തേക്ക് കയറുള്ളൂ. അപ്പോ അയാളുടെ വോളിയോമെട്രിക് എഫിഷ്യൻസിനെ ബാധിക്കുന്ന ആരാണ്? ഈ സ്ട്രോക്ക് വോളിയം ആണ്. പിന്നെ തെറ്റിക്കരുതിട്ടാ, CC എന്ന് പറഞ്ഞാല് എത്ര സിലിണ്ടർ ഉണ്ടോ അത്രയും സിലിണ്ടറിന്റെ സെപ്റ്റ് വോളിയം ആഡ് ചെയ്യുന്നതാണ് അയാളുടെ CC, എഞ്ചിന്റെ CC. നെക്സ്റ്റ് കംപ്രഷൻ റേഷ്യോ, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൈമാണ് കംപ്രഷൻ റേഷ്യോ. എന്താണ് കംപ്രഷൻ റേഷ്യോ എന്ന് പറഞ്ഞാല്? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ടോട്ടൽ സിലിണ്ടർ വോളിയം ടു ക്ലിയറൻസ് വോളിയം. ഈ ടോട്ടൽ വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രോക്ക് വോളിയം പ്ലസ് ക്ലിയറൻസ് വോളിയം ഡിവൈഡഡ് ബൈ ക്ലിയറൻസ് വോളിയം. അതാണ് എന്ത്? കംപ്രഷൻ റേഷ്യോ. ഇങ്ങനെ നമ്മൾ കാണാറുണ്ട്. കംപ്രഷൻ റേഷ്യോ R is equal to ടോട്ടൽ വോളിയത്തിന് നമുക്ക് എങ്ങനെ പറയാം? സെപ്റ്റ് വോളിയം പ്ലസ് ക്ലിയറൻസ് വോളിയം എന്ന് പറയാം, VC ഡിവൈഡഡ് ബൈ ക്ലിയറൻസ് വോളിയം. അപ്പൊ ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഒരു എഞ്ചിന്റെ കംപ്രഷൻ റേഷ്യോ എപ്പോഴും എങ്ങനെയായിരിക്കും? ഈക്വൽ ടു 1 ആയിരിക്കോ, ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കോ, ലെസ് ദാൻ 1 ആയിരിക്കോ, അല്ലെങ്കിൽ എന്ത് വേണേലും ആവാം? എപ്പോഴും ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. കാരണം എന്താ? എപ്പോഴും ന്യൂമറേറ്റർ അല്ലേ വരുന്നത്, ടോട്ടൽ വോളിയം ബൈ ക്ലിയറൻസ് വോളിയം എന്നല്ല വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ന്യൂമറേറ്റർ വലുതായിട്ട് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും എപ്പോഴും നമുക്ക് ഈ കംപ്രഷൻ റേഷ്യോ കിട്ടുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് അയാളെ പറയാം. ഒരു ചോദ്യം വേണമെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു എഞ്ചിന്റെ അത് പെട്രോൾ ആയാലും ഡീസൽ ആയാലും 2 സ്ട്രോക്ക് ആയാലും 4 സ്ട്രോക്ക് ആയാലും കംപ്രഷൻ റേഷ്യോ എപ്പോഴും എന്തായിരിക്കും? 1 വലുതായിരിക്കും, കൂടുതലായിരിക്കും. ഞങ്ങൾക്കൊരു മെയിൻ കമ്പോണൻസ്, ശരിക്കും ഈ കമ്പോണൻസ് ഒന്നും എടുത്ത് പറഞ്ഞിട്ടില്ല കേട്ടാ. ഇനി എങ്ങാനും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു മാർക്ക് മിസ്സാവരുത്, അതിനുവേണ്ടി ജനറൽ ആയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ്. ജസ്റ്റ് ഒന്ന് ഒരു ഓർഡറിൽ തന്നെ പിടിക്കാം. ക്യാം ഷാഫ്റ്റ് എന്താണ്? ഒരു ക്യാം ഷാഫ്റ്റ് അല്ലെങ്കിൽ ഒരു ക്യാം, ഒരു ക്യാം കാണാം. എന്താണ് ഈ ക്യാമിന്റെ ഫംഗ്ഷൻ? ഈ ക്യാമിന്റെ ഫംഗ്ഷൻ എന്താണ്? ടൈമിംഗ്. വാൽവിന്റെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും അത് ഏത് സമയത്ത് ഏത് ഡിഗ്രിയിൽ ചെയ്യണം, ക്രാങ്ക് ഷാഫ്റ്റിന്റെ ഏത് റൊട്ടേഷനിൽ ഏത് ഡിഗ്രി എത്തുമ്പോൾ ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ ഈ പറയുന്ന ഈ ക്യാം വെച്ചിട്ടാണ് അല്ലെ. ക്യാം ആണ് ഇയാളെ ആക്ച്വേറ്റ് ചെയ്യുന്നത്, ശരിയല്ലേ? അപ്പൊ അങ്ങനെ ക്യാം ആക്ച്വേറ്റ് ചെയ്യണമെങ്കിൽ ക്യാമിന്റെ റൊട്ടേറ്റ് ചെയ്തിരിക്കണം. ആ ക്യാമിന്റെ റൊട്ടേഷൻ കൊടുക്കുന്ന ആളാണ് എന്ത്? ക്യാം ഷാഫ്റ്റ്. ഓക്കെ, ഈ ക്യാം ഷാഫ്റ്റിനെ കറക്കുന്ന ആരായിരിക്കും? ക്യാം ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്ന ആരായിരിക്കും? ആയിരിക്കും. നമുക്ക് ആ ഡ്രൈവ് എവിടെ നിന്നാണ് കിട്ടുന്നത്? അത് ഇടയിൽ വരുന്നുണ്ട്. സ്പീഡ് റിഡക്ഷൻ വരുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഗിയർ വെക്കും, ടൈമിംഗ് ഗിയർ വെക്കും. അപ്പോ ക്യാം ഷാഫ്റ്റിന്റെ ഡ്രൈവ് എവിടെ നിന്നാണ് വരുന്നത്? ക്രാങ്ക് ഷാഫ്റ്റിൽ നിന്നായിരിക്കും. ശ്രദ്ധിക്കട്ടെ, ക്യാം ഷാഫ്റ്റിനെ എഞ്ചിനിൽ നിന്ന് ഡ്രൈവ് വരും, ഫ്ലൈ വീൽ വഴി നമ്മുടെ പുറത്തേക്ക്, ക്രാങ്ക് ഷാഫ്റ്റ് വഴി പുറത്തേക്ക് ആള് വരും അല്ലെ. ആ സെയിം ഡ്രൈവ് ആണ് എന്ത്? ക്യാം ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നത്. പക്ഷേ എഞ്ചിന്റെ പകുതി സ്പീഡിലായിരിക്കും ക്യാം ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അതായത് എഞ്ചിൻ 1000 RPM കറങ്ങുകയാണെങ്കിൽ ക്യാം ഷാഫ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? ഈ പറയുന്ന ടൈം ഗിയർ ഒക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? അയാളുടെ റൊട്ടേഷൻ 500. അതൊരു ചോദ്യമാണ്, ചോദിക്കാറുണ്ട്. ക്യാം ഷാഫ്റ്റിന്റെ റൊട്ടേഷൻ ക്രാങ്ക് ഷാഫ്റ്റിന്റെ റൊട്ടേഷന്റെ പകുതി ആയിരിക്കും. അത് ഓർത്ത് വെക്കാട്ടോ. ഇവിടെ ഒരു മിക്സർ ഇൻ കാണാം, അതായത് നമ്മുടെ ഇൻലെറ്റ് മാനിഫോൾഡ് മിക്സർ കാണാം. മിക്സറിന്റെ ഒരു പെട്രോൾ എഞ്ചിനാണ്, സ്പാർക്ക് പ്ലഗ് കാണിച്ചേക്കുന്നത് ഒരു പെട്രോൾ എഞ്ചിനാന്ന് മനസ്സിലാവും. അപ്പൊ മിക്സർ ഇൻ എയറും പെട്രോളും കൂടി വരുന്നതാണ് കാണിച്ചിരിക്കുന്നത്. ദെൻ ഇൻടേക്ക് വാൽവ് കാണാം, കമ്പഷൻ ചേംബർ കാണാം, അതായത് പെട്രോൾ നിൽക്കുന്ന ആ ഭാഗം കാണാം. പിന്നെ സിലിണ്ടർ ബ്ലോക്ക് കാണാം. എന്താണ് സിലിണ്ടർ ബ്ലോക്ക് എന്ന് പറഞ്ഞാല്? സിലിണ്ടർ ബ്ലോക്ക് നമ്മൾ ഈ പറയുന്ന
എഞ്ചിന്റെ കൂടിയത്. എല്ലാ കമ്പോണൻസും കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യുന്ന ആ ഭാഗമാണെന്ത് സിലിണ്ടർ ബ്ലോക്ക് എന്ന് സിലിണ്ടർ പറയുന്നത്. ബ്ലോക്ക്. ഓക്കെ, പിന്നെ കണക്ടിംഗ് റോഡ് നമ്മൾ നേരത്തെ പറഞ്ഞു കാണാം, ക്രാങ്ക് ഷാഫ്റ്റ് കാണാം, ക്രാങ്ക് കേസ് കാണാം, ഇതിന്റെ അകത്താണ് ക്രാങ്ക് ഷാഫ്റ്റ് ഒക്കെ ഇരിക്കുന്നത്. പിസ്റ്റൺ കാണാം, റൊട്ടേറ്റ് ചെയ്യുന്നത് പിസ്റ്റൺ കാണാം, കൂളിംഗ് വാട്ടർ കാണാം, ആ ജാക്കറ്റ്സ് ആണ് കൂളിംഗ് വാട്ടർ ജാക്കറ്റ്സ് ഉണ്ടാവും. ഓക്കെ, പിന്നെ സിലിണ്ടർ ഹെഡ് കാണാം. ഈ സിലിണ്ടർ ഹെഡിലാണ് വാൽവും അതിന്റെ മെക്കാനിസം ഒക്കെ വരുന്നത്, സിലിണ്ടർ ഹെഡിലാണ്. പിന്നെ എക്സോസ്റ്റ് വാൽവ് കാണാം, വാൽവ് സ്പ്രിംഗ്. ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള കമ്പോണൻസ്. പിന്നെ ഒരുപാട് കമ്പോണൻസ് ഉണ്ട്. മെയിൻ അത്യാവശ്യം ഇത്രയെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. ഓരോന്നും ഫങ്ഷൻസും ഒന്ന് ഓർത്തു വെക്കുക. ഇനി കുറച്ചുകൂടി ഡെപ്തിലേക്ക് പോയാലും നമുക്ക് അത്രയും ഇറങ്ങി നോക്കണ്ട. ഈ ഗ്യാസ്കറ്റ് എന്ന് പറഞ്ഞാൽ ഗ്യാസ്കറ്റ് ടൈറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സീലിംഗ്. അതായത് സീലിംഗ് തന്നെയാണ്. അതായത് നമ്മളുടെ ഇപ്പൊ ഈ കാണുന്നതാണ് നിങ്ങളുടെ സിലിണ്ടർ ബ്ലോക്ക് എന്ന് പറയുന്നത്. സിലിണ്ടർ ബ്ലോക്ക് ഈ കാണുന്നത്, ഈ സിലിണ്ടർ ബ്ലോക്കിന്റെ മുകളിലാണ് നമ്മൾ എന്ത് കൊണ്ടുവന്ന് വെക്കുന്നത്, സിലിണ്ടർ ഹെഡ് വെക്കുന്നത്. അപ്പോ അതിന്റെ ഇടയിൽ ഒരു ലീക്കേജ് ഇതിന്റെ ഇടയിൽ കിടന്നിട്ടാണ് നമ്മുടെ കമ്പഷനും അത്രയും ഹൈ പ്രഷർ ടെമ്പറേച്ചർ ഒക്കെ ഉണ്ടാവുന്നത് ഇതിന്റെ ഇടയിൽ കിടന്നിട്ടാണ്. അപ്പോ ആ ഒരു സമയത്ത് ആ കമ്പസ്റ്റബിൾ ഗ്യാസ് കഴിഞ്ഞാല് പല പ്രശ്നങ്ങളുണ്ട്. പവർ ലോസ് വരും, വേറെ പല പ്രശ്നങ്ങളും വരും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു സീലിംഗ് ആയിട്ടാണ് ആര് ആക്ട് ചെയ്യുന്നത്, ഈ ഗ്യാസ് കിറ്റ് അല്ല കേട്ടോ, ഗ്യാസ് കെറ്റാണ് ഗ്യാസ് കെറ്റ് ആക്ട് ചെയ്യുന്നത് ഒരു സീലിംഗ്. അപ്പൊ ചോദിക്കാറുണ്ട് ഒരു ഗ്യാസ് കെറ്റിന്റെ റോൾ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് അയാൾ ആക്ട് ചെയ്യുന്നത്, ഒരു സീലിംഗ് ആയിട്ടാണ് അയാൾ ആക്ട് ചെയ്യുന്നത്. പിന്നെ ബാക്കി ഞങ്ങൾ അത്ര മൈൻഡ് ചെയ്യണ്ട, കുറച്ച് അത്യാവശ്യമുള്ള കാര്യങ്ങൾ നമുക്ക് പുറകെ പഠിക്കാം. അപ്പൊ ഒരു സിലിണ്ടർ ബ്ലോക്ക് ആണ് ഫസ്റ്റ് വരുന്നത്. എന്താണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ദ സിലിണ്ടർ ബ്ലോക്ക് ഹൗസസ് ക്രാങ്ക്, ക്യാംഷാഫ്റ്റ്, പിസ്റ്റൺ, വാട്ടർ ജാക്കറ്റ് ആൻഡ് അതർ എഞ്ചിൻ പാർട്സ്. നമ്മൾ പറയപ്പെടുന്ന എല്ലാ എഞ്ചിൻ പാർട്സും കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യുന്ന ആ ഒരു ഭാഗമാണെന്ത് നമ്മളുടെ സിലിണ്ടർ ബ്ലോക്ക് എന്ന് പറയുന്നത്. അത്യാവശ്യം ഇതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇങ്ങനെ എഞ്ചിന്റെ അങ്ങനെ മെറ്റീരിയൽസ് ഒന്നും ചോദിച്ച് കണ്ടിട്ടില്ല കേട്ടോ, എന്നാലും ഒന്ന് എവിടെയെങ്കിലും ഉപകാരപ്പെടും. മിക്കവാറും എഞ്ചിൻ കമ്പോണൻസ് എന്ന് പറയുന്നത് ഒന്നുകിൽ അയൺ ബേസ്ഡ് ആയിരിക്കും, കാസ്റ്റ് അയൺ ബേസ്ഡോ അല്ലെങ്കിൽ അലുമിനിയം അലോയ്സ് ഒക്കെ ആയിരിക്കും സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത്. എന്താ അലുമിനിയത്തിന്റെ പ്രത്യേകത, അലുമിനിയം അലോയ്സിന്റെ പ്രത്യേകത എന്താണ്, അലുമിനിയം അലോയ്സിന്റെ പ്രത്യേകത? കൊറോഷൻ കുറവായതുകൊണ്ടല്ല നമ്മൾ അലുമിനിയം അലോയ്സ് ഉപയോഗിക്കണേ. അതായത് വെയിറ്റ് ഭയങ്കര കുറവാ. അതായത് ആ ഒരു വെയിറ്റ് സ്ട്രെങ്ത് റേഷ്യോ നോക്കിക്കഴിഞ്ഞാല് ഇപ്പൊ ഇയാളുടെ അലുമിനിയം അലോയ്സിന്റെ വെയിറ്റ് വളരെ കുറവാണ്. അതായത് എഞ്ചിൻ അത്രയും എന്താവും, എഞ്ചിൻ കമ്പോണൻസ് മാക്സിമം അലുമിനിയം അലോയ്സ് ആയി കഴിഞ്ഞാൽ എന്താണ് അത്രമേലുള്ള വെയിറ്റ് കുറയും. അതുകൊണ്ടാണ് അലുമിനിയം അലോയ്സ് നമ്മൾ പ്രിഫർ ചെയ്യാനായിട്ട് കാരണം. അപ്പൊ ഒന്നുകിൽ ഗ്രേ കാസ്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ അലുമിനിയം അലോയ്സോ ആയിരിക്കും എന്ത് നമ്മൾ ഈ പറയുന്ന സിലിണ്ടർ ബ്ലോക്കിന്റെ മെറ്റീരിയൽ. സിലിണ്ടർ ഹെഡ് എന്താണ്, ഈസ് ബോൾട്ടഡ് ടു ദി സിലിണ്ടർ ബ്ലോക്ക്. സിലിണ്ടർ ബ്ലോക്കിന്റെ മുകളിലാണ് നമ്മൾ എന്ത് വെക്കുന്നത്, ഈ സിലിണ്ടർ ഹെഡ് വെക്കുന്നത്. ഇനി അതിന്റെ മെറ്റീരിയലും ഈ പറയുന്ന പോലെ കാസ്റ്റ് അയണോ അലുമിനിയം അലോയ് ഒക്കെ തന്നെ ആയിരിക്കും. ദെൻ സിലിണ്ടർ ലൈനേഴ്സ്. ഈ ലൈനേഴ്സ് എന്തിനാ കൊടുക്കണേ, ലൈനർ അത് റെസിസ്റ്റ് ചെയ്യാൻ വിയർ റെസിസ്റ്റിംഗ് ഒക്കെ ഫ്രിക്ഷൻ വരുമ്പോ മറ്റേ ഇങ്ങനെ ഒളിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടി. അതായത് ഇപ്പൊ എന്താ, നിങ്ങൾ ബ്രേക്കില് ലൈനേഴ്സ് കേട്ടിട്ടുണ്ടോ? ബ്രേക്ക്, അതായത് ഒരു ബ്രേക്ക് ഡ്രം ഉണ്ടാവും, ഒരു ബ്രേക്ക് ഷൂ ഉണ്ടാവും. ഈ ബ്രേക്ക് ഷൂ ഡ്രം എന്ന് പറയുന്നത് മെറ്റലാണ്. ബ്രേക്ക് ഷൂ ഡ്രമ്മും മെറ്റലാണ്. ഈ മെറ്റൽ ടു മെറ്റൽ കോണ്ടാക്ട് വന്നു കഴിഞ്ഞാൽ കുറെ പ്രശ്നങ്ങളുണ്ട്. ഹീറ്റ് ജനറേഷൻ കൂടും, എന്താണ് നോയിസ് വരും, അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. ആവൂല ബ്രേക്കിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഈ ആസ്ബറ്റോസ് മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ അവിടെ ലൈനർ, അതായത് ഈ ഷൂവിന്റെ അറ്റത്ത് നമ്മൾ ലൈനർ ഉണ്ടാവും. ഈ ലൈനറാണ് തേഞ്ഞ് തീരുന്നതും നമ്മൾ ലൈനറാണ് മാറ്റുന്നതും. അത് ബ്രേക്കിന്റെ. അതുപോലെ തന്നെ നമ്മുടെ പിസ്റ്റണും സിലിണ്ടറും ശ്രദ്ധിക്കാട്ടോ, പിസ്റ്റണും സിലിണ്ടറും തമ്മിലാണ് എന്ത് എഞ്ചിന്റെ അകത്ത് ആ റിലേറ്റീവ് മോഷൻ വരുന്നത്. ഫ്രിക്ഷൻ വരാനൊക്കെ സാധ്യത ഉള്ളത് പിസ്റ്റണും സിലിണ്ടറിന്റെ ആ ഇന്നർ ബോറും തമ്മിലാണ്, ഡയമീറ്ററും തമ്മിലാണ് അല്ലെ. അതിന്റെ ഇടയിൽ എന്ത് ചെയ്യും, ആ സിലിണ്ടറിനകത്തേക്ക് ഒരു സിലിണ്ടറിക്കൽ ഷേപ്പ് അത് കണ്ട, നിങ്ങളുടെ ആ സിലിണ്ടറിനകത്തേക്ക് ഒരു സ്ലീവ് ഇറക്കി വെക്കും. ഒരു അതേ ഷേപ്പിലുള്ള ഏതാണ്ട് അതേ ഡയമീറ്റർ ഒക്കെ ഉള്ള ഒരു സ്ലീവ് നിങ്ങൾ ഇറക്കി വെക്കും. ഇതിന്റെ അകത്തായിരിക്കും പിസ്റ്റൺ വരുന്നത്. ആ പിസ്റ്റൺ എന്താണ്, വളരെ ചെറിയൊരു ക്ലിയറൻസ് ഉണ്ടാവും, വളരെ ചെറുത്, ചിലപ്പോൾ ഒരു ടച്ച് ചെയ്യുകയൊക്കെ ചെയ്യും.
അങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ എന്താണ് ഡയറക്റ്റ് എഞ്ചിൻ ബ്ലോക്കിലേക്ക് അല്ലെങ്കിൽ എഞ്ചിന്റെ സിലിണ്ടറിലേക്ക് ആ ടച്ച് വരാതെ സൂക്ഷിക്കുന്ന ആരാണ്? ഈ സിലിണ്ടർ ലൈനേഴ്സ് ആണ്. അതായത് സിലിണ്ടറിൽ ടച്ച് ചെയ്യുന്ന എന്താ കുഴപ്പം? ഫ്രിക്ഷൻ വരും. ഫ്രിക്ഷൻ വന്ന കുഴപ്പം ഹീറ്റ് ഉണ്ടാവും, പിന്നെ മെറ്റീരിയൽ ലോസ് ഒക്കെ ഉണ്ടാവും. അതായത് ഈ ഫ്രിക്ഷൻ ഒക്കെ വന്നു കഴിഞ്ഞാല് ഇപ്പൊ ഈ ലൈനർ ഇല്ലാന്ന് വിചാരിക്കും, ഡയറക്റ്റ് നിങ്ങളുടെ എഞ്ചിന്റെ അകത്തെ സിലിണ്ടറിലാണ് ഈ പറയുന്ന ഫ്രിക്ഷനും വിയർ ആൻഡ് ടിയർ ഒക്കെ വരുന്നതെങ്കിൽ നിങ്ങളുടെ എഞ്ചിന്റെ അകത്തെ ഷേപ്പ് തന്നെ മാറിപ്പോകും. അതായത് നമ്മൾ ഡിസൈൻ ചെയ്ത രീതിയിലല്ല, കുറച്ച് ഓടിക്കഴിയുമ്പോൾ എന്ത് ചെയ്യും, അകത്തെ സിലിണ്ടറിന്റെ ഷേപ്പ് മാറിപ്പോയിട്ട് ഈ പറയുന്ന മുകളിൽ കത്തുന്ന ആളൊക്കെ താഴേക്ക് വരും, ലീക്കേജും കാര്യങ്ങളും പ്രശ്നങ്ങളും പവർ ലോസ് ഒക്കെ വരും അല്ലെ. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ ഒരു ലൈനറിനെ കൊണ്ടുപോയി വെക്കും. അപ്പൊ ഇനി കുറെ കാലം കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, എന്തെങ്കിലും പ്രശ്നം വന്നാല് ഈ ലൈനറിനെ റീപ്ലേസ് ചെയ്താൽ മതി. ലൈനറിനെ നമ്മൾ റീപ്ലേസ് ചെയ്താൽ മതി. അതാണ് അതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ. അപ്പൊ അയാളുടെ ഒരു പ്രത്യേക മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ക്രോമിയം പ്ലേറ്റഡ് മൈൽഡ് സ്റ്റീൽ ട്യൂബ്സ് ആണ് ഉപയോഗിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇനി ഇത് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, വെറ്റ് ലൈനറും ഡ്രൈ ലൈനറും. ഒരുപാട് ഡെപ്തിലേക്ക് പോകണം, നമ്മൾ ജസ്റ്റ് പറഞ്ഞുവിടെയാണ് വെറ്റ് ലൈനറും ഡ്രൈ ലൈനറും എന്ന് പറഞ്ഞാല്. നിങ്ങൾ ഈ ഫിഗർ ഒന്ന് ശ്രദ്ധിക്കുക. ഒരു ഡ്രൈ ലൈനർ ആണ് ഇവിടെ നിങ്ങൾ ഈ കാണുന്നത്. എന്ന് പറഞ്ഞാല് ഈ ബ്ലാക്ക് പോർഷൻ ആണ് നമ്മളുടെ ലൈനർ. ശ്രദ്ധിക്കട്ടാ, ഈ ബ്ലാക്ക് പോർഷൻ ആണ് നമ്മളുടെ ലൈനർ. അതിന്റെ പുറത്തുള്ളത് നമ്മുടെ എഞ്ചിൻ ബ്ലോക്കിന്റെ ഭാഗമാണ്. അതിന്റെ പുറത്ത് ഹാച്ച് ചെയ്ത് കാണിച്ചിരിക്കുന്നത് എഞ്ചിൻ ബ്ലോക്കിന്റെ ഭാഗമാണ്. ഒരു ബ്ലൂ ഷെയ്ഡിൽ കാണിച്ചിരിക്കുന്നത് കൂളിംഗ് വാട്ടർ ആണ്. അത് കൂളിംഗ് വാട്ടർ ജാക്കറ്റ്. ആ ജാക്കറ്റ് വഴി കൂളിംഗ് വാട്ടർ പാസ് ചെയ്യുന്നുണ്ട്. കേൾക്കുന്നില്ലേ? ഓക്കെ. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ കൂളിംഗ് വാട്ടറും ഈ ലൈനറും തമ്മില് ഡയറക്റ്റ് കണക്ഷൻ ഇല്ല. ഇടയിൽ എഞ്ചിൻ ബ്ലോക്കിന്റെ ഒരു ഭാഗം ഇടയിൽ കയറി വരുന്നുണ്ട്. ശരിയല്ലേ? അങ്ങനെയുള്ള ലൈനറിനെയാണ് നമ്മള് ഡ്രൈ ലൈനർ എന്ന് വിളിക്കുന്നത്. അത് ആ കൂളിംഗ് ഏജന്റുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് ഇല്ലാത്ത ലൈനേഴ്സിനെ നമ്മൾ എന്ത് പറയും? ഡ്രൈ ലൈനർ എന്ന് പറയും. ഓക്കെ. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇപ്പൊ ആര് വരുന്നത്? വെറ്റ് ലൈനർ വരുന്നത്. ഇവിടെ ബ്ലാക്ക് പോർഷൻ, ഇയാളാണ് നമ്മളുടെ ലൈനർ എന്ന് പറയുന്നത്. ആ ലൈനറുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് ആർക്കുണ്ട്? ഈ പറയുന്ന കൂളിംഗ് വാട്ടർ ജാക്കറ്റിന് ഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ട്. അയാളെ നമ്മൾ എന്ത് വിളിക്കും? വെറ്റ് ലൈനർ എന്ന് വിളിക്കും. ഓക്കെ. അത്ര മനസ്സിലാക്കുക. ഒരുപാട് ഡെപ്തിലേക്ക് നമ്മൾ ഇറങ്ങുന്നില്ല. നെക്സ്റ്റ്, ക്രാങ്ക് കേസ്. എന്താണ് ക്രാങ്ക് കേസ് എന്ന് പറഞ്ഞാല്? നമ്മുടെ എഞ്ചിന്റെ ഏറ്റവും താഴെ കണ്ടില്ലേ, നമ്മുടെ ക്രാങ്ക് ലോഡിന്റെ ബിഗ് എൻഡ് വന്നിട്ട് ക്രാങ്ക് ഷാഫ്റ്റുമായിട്ട് കണക്ട് ചെയ്ത് ക്രാങ്ക് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്ന എന്തിന്റെ അകത്താണ്? ഈ ക്രാങ്ക് കേസ്. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇറ്റ് മേ ബി എ കാസ്റ്റ് ഇന്റഗ്രൽ വിത്ത് ദ സിലിണ്ടർ ബ്ലോക്ക്. മിക്കവാറും എന്തായിരിക്കും? ഒരുമിച്ചായിരിക്കും, എഞ്ചിന്റെ കൂടെ തന്നെ കാസ്റ്റ് ചെയ്ത് എടുക്കുന്നതായിരിക്കും. പറഞ്ഞാല് നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, സിലിണ്ടർ ഹെഡ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യാണ്? സിലിണ്ടർ ബ്ലോക്കിന്റെ മുകളിൽ ബോൾട്ട് ഒക്കെ ഇട്ട് ഉറപ്പിക്കുകയാണ്. ഇന്റഗ്രൽ പാർട്ട് അല്ല, നമ്മൾ ചെയ്യാണ്. ഇതെന്ന് പറയുന്നത് ക്രാങ്ക് കേസ് എന്ന് പറയുന്നത് മിക്കവാറും എന്തായിരിക്കും? ഒരു ഇന്റഗ്രൽ പാർട്ട് എഞ്ചിൻ കാസ്റ്റിംഗിന്റെ കൂടെ തന്നെ വരുന്നതാണ് അയാളുടെ താഴത്തെ ആ പോർഷൻ, ക്രാങ്ക് ഷാഫ്റ്റ്, ക്രാങ്ക് കേസ് എന്ന് പറയുന്ന പോർഷൻ. ഇനി സംടൈംസ് ഇറ്റ് ഈസ് കാസ്റ്റ് സെപ്പറേറ്റ്ലി ആൻഡ് ദെൻ അറ്റാച്ച്ഡ് ടു ദ ബ്ലോക്ക്. ചില അവസരങ്ങളിൽ എന്ത് ചെയ്യും? സാധാരണ രീതിയിൽ ഇന്റഗ്രൽ പാർട്ട് ആണ്, ചില അവസരങ്ങളിൽ മാത്രം അല്ലാത്ത രീതിയിലും കാണാറുണ്ട്. These materials are used for crankcase or cast iron, aluminum alloy or alloy steel. ഇവിടെയും അതൊക്കെ തന്നെ കാസ്റ്റ് അയണും അലുമിനിയം അലോയ്സ് ഒക്കെ ഇരുന്നത് ക്രാങ്ക് കേസിന്റെ മെറ്റീരിയൽ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ദെൻ ഓയിൽ പാൻ ഓർ ഓയിൽ സമ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലൂബ്രിക്കേഷൻ ഓയിലിനെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട്, സൂക്ഷിച്ച് വെക്കാനായിട്ട് നമ്മൾ ഈ ക്രാങ്ക് കേസിന്റെ ഒക്കെ ഭാഗത്തായിട്ട് തന്നെ കാണുന്നതാണ് ഈ ഓയിൽ പാൻ അല്ലെങ്കിൽ ഓയിൽ സമ്പ് എന്ന് പറയുന്നത്. അത് മെയ്ഡ് ഓഫ് സ്റ്റീൽ. ഇനി അതിന്റെ താഴെ ഒരു ഡ്രെയിൻ പ്ലഗ് ഒക്കെ ഉണ്ടാവും. നമ്മള് വണ്ടിയുടെ ബൈക്കിന്റെ ഒക്കെ ഓയിൽ ഒരു നെറ്റ് അടിക്കാറില്ലേ താഴെ, അത് ഓയിൽ സമ്പിന്റെ നെറ്റാണ് നമ്മൾ താഴെ, ഡ്രെയിൻ നെറ്റാണ് നമ്മൾ അഴിച്ചു പറഞ്ഞത്. അതെ. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളാണ് പിസ്റ്റൺ. പിസ്റ്റൺ നമ്മളിപ്പോ ഓൾറെഡി പറഞ്ഞു അല്ലെ, ഇയാളുടെ ഫംഗ്ഷൻ എന്തൊക്കെയാണ്? ഇറ്റ് ആക്ട്സ് ആസ് എ മൂവബിൾ ഗ്യാസ് ടൈറ്റ് സീൽ. എന്ത് ചെയ്യാൻ പാടില്ല? പിസ്റ്റന്റെ മുകളിൽ കത്തുന്ന ആള് പിസ്റ്റന്റെ താഴേക്ക് ഇറങ്ങി ക്രാങ്ക് കേസിൽ വരാനായിട്ട് പാടില്ല. ഒരു ടൈറ്റ് സീലായിട്ട് ഇയാള് ആക്ട് ചെയ്യണം. ആ കമ്പഷൻ പ്രൊഡക്ട്സിന്റെ ക്രാങ്ക് കേസിന്റെ ഇടയിൽ ഒരു സീലായിട്ട് ആര് ആക്ട് ചെയ്യണം? നമ്മുടെ പിസ്റ്റൺ ആക്ട് ചെയ്യണം. ഇറ്റ് ട്രാൻസ്മിറ്റ്സ് ദ ഫോഴ്സ് ഓഫ് എക്സ്പ്ലോഷൻ ഇൻ ദ സിലിണ്ടർ ടു ദി ക്രാങ്ക് ഷാഫ്റ്റ് ത്രൂ കണക്ടിംഗ് റോഡ്. അപ്പൊ മുകളിൽ ഉണ്ടാവുന്ന ആ അത്രയും
ഫോഴ്സ് കമ്പഷൻ കൊണ്ടുണ്ടാവും അത്രയും ഫോഴ്സ് അയാൾ എന്ത് ചെയ്യും കണക്ടിങ് റോഡ് വഴി അയാൾ ക്രാങ്ക് ഷാഫ്റ്റിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. Then some of the materials ഇവിടെ മെറ്റീരിയൽസ് അതൊക്കെ തന്നെ അല്ലെ കാസ്റ്റ് അയൺ അലുമിനിയം അലോയ് ക്രോം നിക്കൽ അലോയ് നിക്കൽ അയൺ അലോയ് കാസ്റ്റ് സ്റ്റീൽ. അപ്പൊ ഇതിന്റെയൊക്കെ പ്രത്യേകതകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഈ ക്രോം നിക്കലിന്റെ ഒക്കെ പ്രത്യേകത മറ്റേ ഇതിൽ പഠിച്ചു തുടങ്ങിയ മെറ്റീരിയൽ സയൻസിൽ പഠിച്ചു തുടങ്ങിയ കൊറേയൊക്കെ എന്തൊക്കെ സാറ് പറഞ്ഞായിരുന്നു. എന്ന് പറഞ്ഞാല് വലിയ പാടാ. സാധാരണ ഇതിൽ ക്രോമും നിക്കലൊക്കെ ചേർക്കുന്നത് മിക്കവാറും ഈ എന്താണ് ഈ കൊറോഷൻ റെസിസ്റ്റൻസ് ഒക്കെ തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ക്രോം നിക്കലൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പൊ ഒരാൾ മാത്രമായിട്ട് ഉപയോഗിക്കുമ്പോ അയാൾക്ക് ഒരു പ്രോപ്പർട്ടി ഉണ്ടാവും, എന്തെങ്കിലും കുറവുകൾ ഉണ്ടാവും. ആ കുറവുകൾ നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മള് അലോയ് ഉപയോഗിക്കുന്നത്. അതിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ വന്ന് കൊറോഷൻ റെസിസ്റ്റൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത് ഇങ്ങനത്തെ അലോയ്സ് ഉപയോഗിക്കുന്നത്. പിന്നെ അതിന്റെ പാർട്സ് നോക്കിയാൽ ഒരു പിസ്റ്റൺ ക്രൗൺ ഏറ്റവും മുകളിലുള്ള ഭാഗമാണ് പിസ്റ്റൺ ക്രൗൺ എന്ന് പറയുന്നത്. ഈ സാധാരണ ഒരു പിസ്റ്റണിൽ നമ്മള് 3 റിങ്സ് ആണ് കാണാറ്. സാധാരണ 3 റിങ്സ് ആണ് നമ്മൾ കാണാറ്. ആ ഒരു ചോദ്യം ഉണ്ടാ അതില് 2 മിനിമം കംപ്രഷൻ. അത് ഏത് എഞ്ചിൻ എടുത്തു കഴിഞ്ഞാലും മിനിമം 2 കംപ്രഷൻ റിങ്സ് ഉണ്ടാവും മുകളിൽ. ഈ മൂന്നാമത്തെ ആളായിരിക്കും എന്ത് ഓയിൽ റിംഗ് അല്ലെങ്കിൽ ഓയിൽ കൺട്രോൾ റിംഗ് എന്ന് പറയുന്ന ആള്. എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മളെ ഓയിലൊക്കെ എന്താണ് ലൂബ്രിക്കേഷന് വേണ്ടിയിട്ടൊക്കെ ഇതിന്റെ ഇടയിൽ കൂടെ ഒക്കെ പാസേജ് എല്ലാത്തിന്റെ ഇടയിൽ കൂടി പാസേജ് ഉണ്ടാവും. ഈ റിങ്ങിന്റെ ഇടയിൽ കൂടി ഒക്കെ പാസേജ് ഉണ്ടാവും പോകാനായിട്ട്. അങ്ങനെ പോയി എന്താണ് ഇതിൽ ഇരിക്കുന്ന ആള് കമ്പഷൻ ചേമ്പറിന്റെ ആ ഭാഗത്തൊക്കെ ഇയാൾ എത്തും. പക്ഷെ ഓയിൽ അവിടെ നിൽക്കാൻ പാടില്ല. നിന്ന് എന്താ പ്രശ്നം? അതിന്റെ കൂടെ ഓയിൽ കത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഈ 2 സ്ട്രോക്ക് എഞ്ചിന്റെ കരി കാണൂല, പുക കാണൂല. അത് ഈ ഓയിൽ കത്തുന്ന മെയിൻ ആയിട്ട് പ്രശ്നം വരുന്നത്. അപ്പൊ ആ ഓയിലിനെ അവിടെ നിർത്താണ്ട് എന്ത് ചെയ്യണം? പിസ്റ്റൺ എപ്പോ തിരിച്ചു വരുന്നോ, പിസ്റ്റൺ മുകളിലേക്ക് പോകുമ്പോഴും താഴേക്ക് വരുമ്പോഴും നമുക്ക് എന്ത് വേണ്ടത്? ഈ പറയുന്ന ഇടയിൽ ലൂബ്രിക്കേഷൻ വേണ്ടത്. പിസ്റ്റന്റെ മൂവ്മെന്റിന്റെ കൂടെ തന്നെ ആരും അകത്തുനിന്ന് പോരണം, ഓയിലും പോരണം. അപ്പൊ വടിച്ചെടുക്കുന്ന സ്ക്രാപ്പർ എന്ന് വേണമെങ്കിൽ പറയാം. അത് വടിച്ചെടുക്കും. ആ വടിച്ചെടുക്കുന്ന ആളാണ് ഈ ഓയിൽ കൺട്രോൾ ആള്. ബാക്കി 2 പേരും കംപ്രഷൻ റിംഗ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ ഇടയിൽ പിസ്റ്റന്റെ ഇടയിൽ ചെറിയൊരു ക്ലിയറൻസ് ഒക്കെ ഉണ്ടാവും. ആ ക്ലിയറൻസ് വഴി നമ്മളുടെ കംപ്രഷൻ ഗ്യാസസ് താഴേക്ക് ഇറങ്ങാതെ ഒരു സീലായിട്ട് ആരെ ആക്ട് ചെയ്യും? ഈ കംപ്രഷൻ ആക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ കംപ്രഷൻ റിംഗ് എന്ന് പറയാൻ കാരണം ഇത്രേ ഉള്ളൂ. ഇറങ്ങിക്കഴിഞ്ഞ എന്ത് സംഭവിക്കും? ഇടയിൽ കൂടെ ഇറങ്ങിക്കഴിഞ്ഞ സംഭവിക്കും ആ കംപ്രഷൻ കുറയും, അല്ലെങ്കിൽ അവിടെ പറയുന്ന കുറയും. ശരിയല്ലേ? അപ്പൊ അതുകൊണ്ടാണ് ഇയാളെ കംപ്രഷൻ റിംഗ് എന്ന് വിളിക്കുന്നത്. ആ കംപ്രഷൻ നഷ്ടപ്പെടാതെ ലീക്കേജ് ഇടയിൽ വരാതെ സഹായിക്കുന്നതാണ് നമ്മൾ എന്ത് വിളിക്കുന്ന അയാളെ കംപ്രഷൻ റിംഗ് എന്ന് വിളിക്കുന്നത്. പിന്നെ ഇവിടെ പിസ്റ്റൺ ഇവിടെ എന്തായിരിക്കും കണക്ട് ചെയ്യുക? ഈ ഹോളില് കണക്ടിംഗ് റോഡ് കണക്ടിംഗ് റോഡ് അകത്തേക്ക് വെക്കണുണ്ടോ? ഇവിടെ നമ്മൾ എന്ത് ഒരു പിന്ന് കയറ്റിയെടുക്കും. ഈ പിന്നും ആ സ്മോൾ അഡിയിൽ കയറിയിരിക്കും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? റിസ്റ്റ് പിൻ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. റിസ്റ്റ് പിൻ. പിന്നെ ഈ ഒരു റിങ്ങിനെ സ്നാപ്പ് റിംഗ് എന്നൊക്കെ വിളിക്കുന്നുണ്ട്. നമ്മളങ്ങനെ കണ്ടിട്ടൊന്നുമില്ല, ചോദിക്കും. റിസ്റ്റ് പിൻ അല്ലെങ്കിൽ ഗഡ്ജൻ പിൻ എന്നുള്ള പേരൊന്ന് ഓർത്തിരിക്കും. പിന്നെ ഈ താഴേക്കുള്ള ഭാഗം സ്കേർട്ട് അല്ലെ? സ്കേർട്ട് എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും താഴെ ഇടുന്ന സാധനം സ്കേർട്ട്. അത് തന്നെ താഴേക്കുള്ള ഭാഗത്തിന് നമ്മള് പിസ്റ്റൺ സ്കേർട്ട് എന്ന് പറയാം. പിന്നെ കണക്ടിംഗ് റോഡ് കാണാം, ബിയറിംഗ്സ്, കണക്ടിംഗ് റോഡ് ക്യാപ്പ്, കണക്ടിംഗ് റോഡ് ബോൾട്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ഇമ്പോർട്ടന്റ് കംപ്രഷൻ റിംഗും ഓയിൽ റിംഗും എന്താണെന്നുള്ളത് മിനിമം 2 കംപ്രഷൻ റിംഗ് എങ്കിലും ഉണ്ടാവും എന്നുള്ളത് ഒന്ന് ഓർത്തിരിക്കും. അപ്പൊ ഓൾറെഡി പറഞ്ഞു നമ്മള് പിസ്റ്റൺ റിംഗ്സ്, കംപ്രഷൻ റിംഗ് ഉണ്ട്, ഓയിൽ റിംഗ് ഉണ്ട്. പിന്നെ കംപ്രഷൻ റിംഗ്, അതായത് കംപ്രഷൻ റിംഗ് പ്രൊവൈഡ് എഫക്റ്റീവ് സീൽ ഫോർ ദി ഹൈ പ്രഷർ ഗ്യാസസ് ഇൻസൈഡ് ദി സിലിണ്ടർ. താഴേക്ക് വരാതെ ഒരു എഫക്റ്റീവ് സീൽ ആയിട്ട് കംപ്രഷൻ റിംഗ്സ് ആക്ട് ചെയ്യും. They prevent the leakage of high pressure gases from the combustion chamber into the crankcase. So each piston is provided with at least 2 compression rings. Minimum 2 compression ring എങ്കിലും ഓരോ സിലിണ്ടറിലും ഓരോ പിസ്റ്റണിലും ഉണ്ടാവും. ഓയിൽ റിംഗ്, ഓയിൽ റിംഗ്സ് വൈപ്പ് ഓഫ് ദി എക്സസ് ഓയിൽ ഫ്രം ദ സിലിണ്ടർ വാൾസ്. ആവശ്യമായിട്ട് കിടക്കാണ്ട് ഓയിലിനൊക്കെ താഴേക്ക് വടിച്ചു കൊണ്ടുവരുന്ന ആളാണിത് ഓയിൽ റിംഗ്സ്. ഇറ്റ് ഓൾസോ returns excess oil to the oil sump through the slot provided in the rings. അപ്പൊ ചുമ്മാ വെറുതെ ഒരു വള പോലെ ഒരു റിംഗ് അല്ല, അതിന്റെ ഇടയിൽ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഹോൾസ് ഉണ്ടാവും, സ്ലോട്ടുകൾ കട്ട് ചെയ്തിട്ടുണ്ടാവും. അതുവഴിയാണ് എന്ത് ഈ ഓയില് ഇറങ്ങി വരുന്നത്. നോർമലി പിസ്റ്റൺ റിംഗ്സ് ആർ മെയ്ഡ് ഓഫ് അലോയ് സ്റ്റീൽ. അലോയ് സ്റ്റീൽസ് വെച്ചിട്ടാണ് നമ്മൾ ഓയിൽ റിംഗ് ആയാലും കംപ്രഷൻ റിംഗ് ആയാലും നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത്. Then connecting rod, almost എല്ലാം പറഞ്ഞാണെങ്കിൽ തോന്നുന്നു നോക്കാം. It connects the piston and crankshaft. ചോദിക്കാറുണ്ട് കണക്ടിംഗ് റോഡ്
കണക്ട് ചെയ്യുന്നത് ആരെയൊക്കെ തമ്മിലാണ്? പിസ്റ്റണെയും ക്രാങ്ക് ഷാഫ്റ്റിനെയും തമ്മിലാണ്. ഷാഫ്റ്റ്. സ്മോൾ എൻഡ് ഈസ് കണക്റ്റഡ്, ഇവിടെ തന്നെ പഠിച്ചു പോവാ. സ്മോൾ എൻഡ് ഈസ് കണക്റ്റഡ് ടു പിസ്റ്റൺ ബൈ മീൻസ് ഓഫ് എ ഗഡ്ജൻ പിൻ. നേരത്തെ നമ്മള് റിസ്റ്റ് പിൻ എന്നാണ് പറഞ്ഞത്, അതാണ് രണ്ടും സെയിം ആണ്. ഗഡ്ജൻ പിൻ എന്ന് പറഞ്ഞാലും റിസ്റ്റ് പിൻ എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. ദ അതർ എൻഡ് ഈസ് കോൾഡ് ആസ് ബിഗ് എൻഡ് ഓഫ് ദി കണക്ടിംഗ് റോഡ്. ഈ താഴെ കാണുന്ന ഭാഗം അതാണ് ബിഗ് എൻഡ്. ദ ആർ യൂഷ്വലി ഡ്രോപ്പ് ഫോർജ്ഡ് ഐ സെക്ഷൻ. അതായത് ഇയാള് ഭയങ്കര സ്ട്രെങ്ത് വേണ്ട ആളാണ്, നല്ല ഹാർഡ്നെസ്, നല്ല ടഫ്നെസ്സും ഹാർഡ്നെസ് ഒക്കെ വേണ്ട ആളാണിത് ഈ പറയുന്ന കണക്ടിംഗ് റോഡ് എന്ന് പറയുന്നത്. കാരണം പിസ്റ്റന്റെ മേളിൽ എന്ന് പറഞ്ഞാൽ അത്രയും ഫോഴ്സിനാണെന്ത് ഇയാള് ക്രാങ്ക് ഷാഫ്റ്റിലേക്ക് തള്ളിവിടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇയാൾ അത്രയും ഫോഴ്സിന് ഇയാൾ വിസ്റ്റാൻഡ് ചെയ്യാനുള്ള സ്ട്രെങ്ത് ഇയാൾക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ അതെന്താണ്, അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫോർജ് ചെയ്തെടുക്കുന്നത്, ഹീറ്റ് ട്രീറ്റ്മെന്റ് ഫോർജിങ് വഴി ചെയ്തെടുക്കുന്നത് അങ്ങനെയുള്ള സെക്ഷൻസ് ആയിരിക്കും. അപ്പൊ അതാണ് എന്ത് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഇയാളെ പ്രത്യേകം ഒന്ന് ഓർത്തിരിക്കട്ടോ. ബാക്കി കംപ്ലീറ്റ് മിക്കവാറും അലുമിനിയവും കാസ്റ്റേൺ ഒക്കെ ആണെങ്കിലും കണക്ടിംഗ് റോഡ് ഉണ്ടാക്കുന്നത് എന്ത് വെച്ചിട്ടാണ്, എങ്ങനെയാണ്, ഫോർജിങ് വെച്ചിട്ടാണ്. ഫോർജ്ഡ് ഐ സെക്ഷൻ. ഇയാളുടെ സെക്ഷൻ ഐ ആണ്, ഐ സെക്ഷൻ ആണ് ഇയാൾ. ഓക്കെ. ഇനി മെറ്റീരിയൽ യൂസ്ഡ് ആർ പ്ലെയിൻ കാർബൺ സ്റ്റീൽ, അലുമിനിയം അലോയ്സ്, നിക്കൽ അലോയ് സ്റ്റീൽ. എന്നാലും നമ്മൾ സാധാരണ ഇയാള് ഡ്രോപ്പ് ഫോർജ്ഡ് അയൺ ആണ് നമ്മൾ കാണാറ്. അലുമിനിയം ഒന്നും പൊതുവെ അങ്ങനെ ഉപയോഗിച്ച് കാണാറില്ല. പിസ്റ്റൺ ഒക്കെ സാധാരണ അലുമിനിയം അലോയ്സ് ആണ് ഉപയോഗിക്കാറ്. അപ്പൊ ഇവിടെ ഓർക്കേണ്ടത് ഇതാണ്, ഫോർജ്ഡ് ഐ സെക്ഷൻ ആയിരിക്കും ഇയാൾ. Then crankshaft എന്താണ്? It is the main rotating shaft of the engine. അതായത് പിസ്റ്റന്റെ റെസിപ്രോക്കേറ്റിംഗ് മോഷൻ കണക്ടിംഗ് റോഡ് എന്താകും, ക്രാങ്ക് ഷാഫ്റ്റിന്റെ റൊട്ടേഷൻ ആക്കി മാറ്റും. അവിടെ നിന്നാണ് എന്ത് നമ്മൾ ആ റോട്ടറി മോഷൻ എടുത്ത് പുറത്തേക്ക് കൊണ്ടുവരുന്നത്. പവർ ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം ദി ക്രാങ്ക് ഷാഫ്റ്റ്. ഇനി the materials used for crankshaft are carbon steel, nickel chrome and other heat treated alloy steel. ഒരു ക്രാങ്ക് ഷാഫ്റ്റിന്റെ ഫിഗർ ആണ് ഈ കാണിച്ചേക്കുന്നത്, ക്രാങ്ക് ഷാഫ്റ്റിന്റെ ഒരു ഫിഗർ. അപ്പൊ ഇതിന്റെ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലെ കുറെ സംശയങ്ങൾ ഉണ്ടാവും. ബ്രേക്ക് പവർ, ഇൻഡിക്കേറ്റർ പവർ എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ആരുടെയൊക്കെ മനസ്സിൽ കയറി വരുന്നുണ്ടാവും. മനഃപൂർവ്വം പറയാത്തതാണ്. അതൊക്കെ എന്തിനു വരും, പെർഫോമൻസ് ഓഫ് ഐസി എഞ്ചിനിൽ കയറി വരും. അപ്പൊ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മുകളിലേക്ക് കയറാണ്. എല്ലാം കൂടി മറ്റേ ക്ലാസ്സിൽ പറയാൻ ശ്രമിച്ചാൽ നമ്മൾ എവിടെയും എത്തില്ല, തീരില്ല. ഓക്കെ. ഇനി നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഫ്ലൈ വീൽ. എന്താണ് ഫ്ലൈ വീലിന്റെ ഫംഗ്ഷൻ? ഫ്ലക്ച്വേഷൻ റെഡ്യൂസ് ചെയ്യാൻ. എന്ത് ഫ്ലക്ച്വേഷൻ? സ്പീഡിലെ ഫ്ലക്ച്വേഷൻ റെഡ്യൂസ് ചെയ്യല്. റെഡ്യൂസ് ചെയ്യാണ്. എങ്ങനെ, എന്താണ് ശരി ഈ ഫ്ലൈ വീൽ എന്ന് പറഞ്ഞാൽ ഒരു മാസാണ് ഇയാൾ അല്ലെ, ഒരു വെയിറ്റ് ഉള്ള ഒരു സാധനമാണ് നമ്മൾ ഫ്ലൈ വീൽ എന്ന് പറയാം. അതായത് നമുക്കറിയാം 2 സ്ട്രോക്ക് ആയാലും 4 സ്ട്രോക്ക് ആയി കഴിഞ്ഞാലും ആ ഒരു പവർ സ്ട്രോക്കിൽ മാത്രമാണ് എന്ത് നമുക്ക് പവർ പ്രൊഡക്ഷൻ നടക്കുന്നത് അല്ലെ. പുറത്തേക്ക് പവർ കിട്ടുന്നത് ആകെ 4 സ്ട്രോക്ക് നടക്കുന്നുണ്ടെങ്കിലും ഒരേ ഒരു സ്ട്രോക്കിലാണ്. പക്ഷെ ബാക്കി 4 സ്ട്രോക്ക് ഓഫ് എന്ത് ചെയ്യും, ബാക്കി 3 സ്ട്രോക്ക് എന്ത് ചെയ്യും, ഈ പവറിൽ നിന്ന് കുറച്ചെടുത്തിട്ടാണ് ബാക്കി 3 സ്ട്രോക്കുകൾ നടക്കുന്നത്. അപ്പൊ ഈ പവർ സ്ട്രോക്ക് നടക്കുന്ന സമയത്ത് അതിൽ വരുന്ന എനർജിയില് ബാക്കി വരുന്നത് പറഞ്ഞാൽ നമ്മളെ പുറത്തേക്ക് എടുത്തിട്ട് ബാക്കി വരുന്ന എനർജിനെ ആര് സ്റ്റോർ ചെയ്യുന്നുണ്ടാവും, ഈ ഫ്ലൈ വീൽ സ്റ്റോർ ചെയ്യും. എന്നിട്ട് പവർ സ്ട്രോക്ക് അല്ലാത്ത സ്ട്രോക്കുകളിൽ ബാക്കി മോഷൻസ് മൂവ്മെന്റ്സ് നടത്താനായിട്ട് സഹായിക്കുന്നത് ഈ ഫ്ലൈ വീൽ ആയിരിക്കും. ഒന്നുമില്ല, ഇയാൾക്ക് ഇനേർഷ്യ കൂടുതലായിരിക്കും. ഇനേർഷ്യ കൂടിയ സാധനമാണ് ഈ ഫ്ലൈ വീൽ എന്ന് പറയുന്നത്. ഇയാളെ വലിപ്പം എത്ര വെയിറ്റ് കൂടുന്നോ അത്രയും എന്തായിരിക്കും ഇതില് എനർജി സ്റ്റോറേജും കൂടും. ഇപ്പൊ നമ്മള് ഒരു കാറ് തള്ളി സ്റ്റാർട്ട് ചെയ്യാനാണോ ബസ് തള്ളി സ്റ്റാർട്ട് ചെയ്യാനാണോ എളുപ്പം? എളുപ്പം എന്ന് വെച്ചപ്പോ ഒരാള് തല്ലേ ചിലപ്പോ കാറ് നീങ്ങുമായിരിക്കും, ഒരാള് തല്ലേ ചിലപ്പോ ബസ് നീങ്ങില്ല. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് അയാളുടെ ഇതാണ് സ്പീഡാണ് ഞാൻ ഉദ്ദേശിച്ചത് ആയിരിക്കും. അതായത് ബസ്സിന് ഒരനക്കം കിട്ടിയാൽ മതി, നമ്മൾ തള്ളി ഒന്ന് അനങ്ങി കിട്ടിയാല് കാറെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, റോഡ് മുഴുവൻ തള്ളിക്കൊണ്ട് അയാൾ സ്റ്റാർട്ട് ആവണം. കാരണം ഇയാളുടെ ഫ്ലൈ വീല് നല്ല വലുതാ, ഡീസൽ എഞ്ചിന്റെ അല്ലെങ്കിൽ ബസിന്റെ ഒക്കെ ഫ്ലൈ വീല് നല്ല വലിപ്പം കൂടിയ ആളായിരിക്കും. അപ്പൊ അയാൾക്ക് ഒരു റൊട്ടേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ഇനേർഷ്യ കൊണ്ട് അയാൾക്ക് നല്ല എനർജിയാ, ഇനേർഷ്യ കൊണ്ട് അയാൾ അങ്ങനെ റൊട്ടേറ്റ് ചെയ്തോളും. അപ്പൊ എഞ്ചിൻ സ്റ്റാർട്ട് ആവാനായിട്ട് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ബാക്കി ഇപ്പൊ കാറ് അല്ലെങ്കിൽ ബാക്കി എഞ്ചിൻസ് ഒക്കെ പറയുകയാണെങ്കിൽ ഇയാൾക്ക് എന്താണ് എനർജി സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി കുറവായതുകൊണ്ട് തന്നെ, ഇനേർഷ്യ ഒക്കെ കുറവായതുകൊണ്ട് തന്നെ അത്യാവശ്യം നമ്മളുടെ എനർജി ഉപയോഗിക്കേണ്ടി വരും. എന്തിനു വേണ്ടിയിട്ട്?
എഞ്ചിനെ സ്റ്റാർട്ട് ചെയ്യാൻ സ്പീഡ് എഞ്ചിന്റെ സ്പീഡ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ എനർജി കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടി വരും. ഫ്ലൈ വീൽ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. എന്താണ്? ഇറ്റ് ഈസ് എ മെക്കാനിക്കൽ ഡിവൈസ് വിത്ത് എ സിഗ്നിഫിക്കന്റ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ യൂസ്ഡ് ആസ് എ സ്റ്റോറേജ് ഡിവൈസ് ഫോർ റൊട്ടേഷണൽ എനർജി. അപ്പൊ ആവശ്യമുള്ള സമയത്ത് സപ്ലൈ ചെയ്തോളും അയാളെ എനർജി. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് 26 മുന്നോട്ട് പോവാം. പെട്രോൾ എഞ്ചിന്റെ ക്ലാസിഫിക്കേഷനിലേക്ക് പോവാണ്. 2 സ്ട്രോക്ക് സൈക്കിൾ പെട്രോൾ എഞ്ചിനും ദെൻ 4 സ്ട്രോക്ക് സൈക്കിൾ പെട്രോൾ എഞ്ചിനും. അപ്പൊ ഒരു 4 സ്ട്രോക്ക് സൈക്കിൾ പെട്രോൾ എഞ്ചിന്റെ ഒരു 4 സ്ട്രോക്ക്. അപ്പൊ ഏതൊക്കെയാണ് 4 സ്ട്രോക്ക്? നമുക്ക് ഒരുമിച്ച് പറഞ്ഞു പോവാം. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ? ഏതൊക്കെയാണ് 4 സ്ട്രോക്ക്? സക്ഷൻ ഉണ്ട്, കംപ്രഷൻ ഉണ്ട്, എക്സോസ്റ്റ്. അങ്ങനെ 4 പ്രോസസ്സുകൾ അല്ലെങ്കിൽ 4 സ്ട്രോക്ക് ആണ് നിങ്ങൾ ഇവിടെ കാണുന്നത് അല്ലെ? അപ്പൊ നമുക്ക് ജസ്റ്റ് ഓരോന്ന് നോക്കാം. അപ്പൊ അവിടെ ഇപ്പൊ ഒരു പെട്രോൾ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ മുകളിൽ ഒരു സ്പാർക്ക് പ്ലഗ് ഉണ്ട്. ദെൻ കാർബറേറ്ററിൽ നിന്ന് വരുന്ന ഒരു സ്ഥിരം ചോദ്യം ഉണ്ടോ? ഒരു ഡീസൽ എഞ്ചിനും പെട്രോൾ എഞ്ചിനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് സ്ഥിരം ചോദിക്കാറുണ്ട്. എന്നിട്ട് അതില് ഓപ്ഷനിൽ കാർബറേറ്റർ ഉണ്ടാവും. എന്താണ് വ്യത്യാസം? കാർബറേറ്റർ പെട്രോൾ എഞ്ചിനാണ്, ഡീസൽ എഞ്ചിനിൽ ഇല്ല. അതാണ് അതിന്റെ മെയിൻ സ്ഥിരം ചോദ്യമാണ്. അപ്പൊ നമുക്ക് നോക്കാം. ആ സക്ഷൻ സ്ട്രോക്കിന്റെ സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? സക്ഷൻ സ്ട്രോക്കിന്റെ സമയത്ത് പിസ്റ്റൺ BDCയിലേക്ക് മൂവ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അതായത് നമ്മളെ ക്രാങ്ക് ഷാഫ്റ്റും അതുവഴി ക്യാം ഷാഫ്റ്റും അതുവഴി ക്യാമും ഒക്കെ റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ? അപ്പൊ ഈ സക്ഷന്റെ സമയത്ത് നമ്മുടെ ടൈമിംഗ് അനുസരിച്ചിട്ട് സക്ഷന്റെ സമയത്ത് ആര് ഓപ്പൺ ആവും? ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ആവും. ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ആവുമ്പോ എങ്ങനെയാണ് ഈ എയർ ഫ്യൂൽ മിക്സർ അകത്തേക്ക് വരണേ? എന്തുകൊണ്ട് അകത്തേക്ക് കയറി വരണേ? പ്രഷർ കുറയും. അത് സിലിണ്ടറിനകത്ത് താഴെ സിറിഞ്ചിന്റെ അതേ പ്രോസസ് തന്നെ താഴേക്ക് വരുമ്പോൾ സിലിണ്ടറിന്റെ അകത്ത് പ്രഷർ കുറയുന്നതുകൊണ്ട് ആ സമയത്ത് ഇൻലെറ്റ് വാൽവ് തുറന്നു കൊടുക്കുന്നതുകൊണ്ട് എന്ത് ചെയ്യും? നമ്മുടെ കാർബറേറ്ററിൽ നിന്ന് എയർ ഫ്യൂൽ മിക്സർ അകത്തേക്ക് കയറി വരും. ഇനി അത് താഴേക്ക് വരും. താഴേക്ക് വന്ന് നമ്മൾ എന്ത് ചെയ്യും? തിയററ്റിക്കലി പറയുകയാണെങ്കിൽ എന്ത് ചെയ്യും? പിസ്റ്റൺ BDCയിൽ എത്തി അടുത്ത സ്ട്രോക്ക് ആരംഭിക്കുമ്പോ എന്ത് ചെയ്യും? ഈ വാൽവ് ക്ലോസ് ആവും. തിയററ്റിക്കലി, ശരിക്കും ആക്ച്വലി അല്ല. തിയററ്റിക്കലി നമ്മൾ എന്ത് പറയും? പിസ്റ്റൺ TDC തുടങ്ങുമ്പോ ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ആവും. പിസ്റ്റൺ BDCയിൽ എത്തി കംപ്രഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആ മൊമെന്റില് ഇൻലെറ്റ് വാൽവ് ക്ലോസ് ആവും. ശരിക്കും ആക്ച്വലി ക്ലോസ് ആവൂല, കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണ് ക്ലോസ് ആവുള്ളൂ. നമുക്ക് പുറകെ വരാം, പിസ്റ്റൺ പറഞ്ഞ് തീർത്തിട്ട് വരാം. ഇനി അപ്പൊ കംപ്രഷൻ സ്റ്റാർട്ട് ചെയ്തു, പിസ്റ്റൺ BDCന്ന് TDCയിലേക്ക് എത്തി. എന്താ കാണുന്നത്? 2 വാൽവും ക്ലോസ്ഡ് ആണ് അല്ലെ? അത് തുറന്നിരുന്നാൽ എന്താ പ്രശ്നം? എയർ ലീക്കേജ്. നമ്മുടെ ആ കംപ്രഷൻ കിട്ടില്ല, ശരിയല്ലേ? അതിലെ കടന്നു കംപ്രഷൻ കിട്ടില്ല. അപ്പൊ 2 വാൽവ് എന്തായിരിക്കും? ക്ലോസ്ഡ് കണ്ടീഷനിലായിരിക്കും. അപ്പൊ ഉള്ള ഒരു മാക്സിമം കംപ്രഷനിൽ എത്തിക്കഴിയുമ്പോ നമ്മൾ എന്ത് ചെയ്യാണ്? സ്പാർക്ക് അല്ലെ? തിയററ്റിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ എന്ത് പറയും? പിസ്റ്റൺ TDCയിൽ എത്തിയതിനു ശേഷം സ്പാർക്ക് പ്രൊവൈഡ് അല്ലെ സ്പാർക്ക് ഇഗ്നൈറ്റ് നമ്മൾ പറയും അല്ലെ? ശരിക്കും അങ്ങനെയല്ല, യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ആക്ച്വലി നടക്കുന്നത് ഈ കംപ്രഷൻ തീരുന്നതിന് മുമ്പേ സ്പാർക്ക് കൊടുക്കും. തൽക്കാലം അത്ര മനസ്സിലാക്കിയാൽ മതി. കമ്പഷൻ എന്ന് പറയുന്നത് വലിയൊരു ടോപ്പിക് ആയിട്ടൊക്കെ പഠിക്കാനുണ്ട്. അതിൽ ഇതിന്റെ കാര്യകാരണങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് ഇത്ര മനസ്സിലാക്കുക. തിയററ്റിക്കലി ആണെങ്കിൽ പിസ്റ്റൺ TDCയിൽ എത്തി കംപ്രഷൻ തീരുന്ന ആ മൊമെന്റിലാണ് സ്പാർക്ക് കൊടുക്കുന്നത്. പക്ഷെ ആക്ച്വലി അങ്ങനെയല്ല. പിസ്റ്റൺ TDCയിൽ എത്തുന്നതിന് ചെറിയൊരു ആംഗിൾ മുമ്പ് അല്ലെങ്കിൽ ചെറിയൊരു സമയം മുമ്പ് നമ്മൾ എന്ത് ചെയ്യും? സ്പാർക്ക് അവിടെ കൊടുത്തിട്ടുണ്ടാവും. അത് ഈ കമ്പഷനൊക്കെ ഒന്ന് നന്നാക്കാൻ വേണ്ടിയാണ്, നല്ല രീതിയിൽ എഫക്റ്റീവ് ആയിട്ട് നടക്കാൻ വേണ്ടിയുള്ള പരിപാടികളാണ് അതൊക്കെ. ഇനി അപ്പൊ എന്ത് സംഭവിക്കും? പവർ സ്ട്രോക്ക് അല്ലെ? പിസ്റ്റന്റെ മുകളിൽ കമ്പഷൻ തന്നെ അത്രയും എനർജി കിട്ടി കഴിഞ്ഞപ്പോ പവർ സ്ട്രോക്ക്, പിസ്റ്റൺ നേരെ താഴേക്ക് വരും. ആ സമയത്ത് ഇൻലെറ്റ് വാൽവും എക്സോസ്റ്റ് വാൽവും ക്ലോസ്ഡ് ആണ്. അങ്ങനെ താഴേക്ക് വന്നു, അയാൾ BDCയിൽ എത്തി അല്ലെ? അടുത്ത സ്ട്രോക്ക് എന്താണ്? എക്സോസ്റ്റ് ആണ്. കത്തിയ സാധനങ്ങൾ കംപ്ലീറ്റ് നമുക്ക് പുറന്തള്ളണം. ആ സമയത്ത് എന്ത് ചെയ്യും? നമ്മുടെ ക്യാം ഷാഫ്റ്റിന്റെ ഒക്കെ ഇടപെടൽ കൊണ്ട് എന്ത് സംഭവിക്കും? എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ ആയിട്ട് അതില് നമ്മളുടെ കമ്പഷൻ പ്രൊഡക്ട്സ് ഇറങ്ങിപ്പോകും. ഇതാണ് ഒരു 4 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിന്റെ വർക്കിംഗ്. വേറെ ഒന്നുമില്ലല്ലോ, വിട്ടുപോയിട്ടില്ലല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ.
അപ്പോൾ അത് തന്നെയാണ് നമ്മളിവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് വായിച്ചു വിടാം. പിസ്റ്റൺ മൂവ്സ് ഫ്രം ടി ഡി സി ടു BDC. ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ആവും, എക്സോസ്റ്റ് വാൽവ് ക്ലോസ്ഡ് ആണ്. പ്രഷർ ഇൻസൈഡ് ദ സിലിണ്ടർ കുറയും, അറ്റ്മോസ്ഫിയർ പ്രഷറിനേക്കാളും കുറയും, അതുകൊണ്ട് അകത്തേക്ക് എയർ ഫ്യൂൽ മിക്സ്ചർ കയറി വന്നു, അതാണ് സക്ഷൻ. ദെൻ പിസ്റ്റൺ മൂവ് അപ്പ് ഫ്രം BDC ടു TDC, മുകളിലേക്ക് മൂവ് ചെയ്തു. രണ്ട് വാൽവും ക്ലോസ്ഡ് കണ്ടീഷനിലാണ്. എയർ ഫ്യൂൽ മിക്സ്ചർ അയാളുടെ മാക്സിമം കംപ്രഷനിലേക്ക് എത്തി, അതാണ് കംപ്രഷൻ സ്ട്രോക്ക്, രണ്ടാമത്തെ സ്ട്രോക്ക്. ഇനി മൂന്നാമത്തെ സ്ട്രോക്ക് ബേണിംഗ് ഗ്യാസസ്, അതായത് നമ്മൾ സ്പാർക്ക് കൊടുക്കുമ്പോൾ ആ ഗ്യാസ് എന്ത് ചെയ്യും, പെട്ടെന്ന് ബേൺ ചെയ്യുന്നു. അയാളുടെ ഫോഴ്സ് പിസ്റ്റന്റെ മുകളിലേക്ക് എക്സ്പേർട്ട് ചെയ്യുന്നു. പിസ്റ്റൺ TDC നിന്ന് BDC-യിലേക്ക് മൂവ് ചെയ്യുന്നു, അതാണ് എന്ത്, പവർ സ്ട്രോക്ക്. ഓൾറെഡി പറഞ്ഞതാണ്. ദിസ് മൂവ്മെന്റ് ഓഫ് പിസ്റ്റൺ ഈസ് കൺവേർട്ടഡ് ടു റോട്ടറി മോഷൻ. ആരാണ്, കണക്ടിംഗ് റോഡാണ് റോട്ടറി മോഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ആ സമയത്ത് ബോത്ത് ഇൻലെറ്റ് ആൻഡ് എക്സോസ്റ്റ് വാൽവ് ക്ലോസ്ഡ്, രണ്ടും ക്ലോസ്ഡ് പൊസിഷനിൽ ആയിരിക്കും. Then exhaust, നാലാമത്തെ സ്ട്രോക്ക്, പിസ്റ്റൺ മൂവ് അപ്വേർഡ്സ് ഫ്രം BDC നിന്ന് TDC-യിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ പറയുന്ന നാലാമത്തെ എക്സോസ്റ്റ് സ്ട്രോക്ക് എന്ന് പറയുന്ന ആള് നടക്കുന്നത്. ആ സമയത്ത് ആര് ഓപ്പൺ ആവും, എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ ആവുകയും ഇൻലെറ്റ് വാൽവ് ക്ലോസ് ആവുകയും ചെയ്യും. ഫാത്തിമയൊക്കെ പോയാ, ഫാത്തിമ ഇല്ല ഇവിടെ, ഫാത്തിമ പോയാ, ഓറടിച്ച. ഓക്കെ, അപ്പൊ നമ്മള് ഇവിടെ ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഒരു നോട്ടായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് ഓട്ടോ സൈക്കിളൊക്കെ പറഞ്ഞപ്പോൾ ജസ്റ്റ് പറഞ്ഞതായിരുന്നു. എന്താണ് ഒരു ഓട്ടോ സൈക്കിൾ, ഒരു പെട്രോൾ എഞ്ചിന്റെ കംപ്രഷൻ റേഷ്യോ എന്ന് പറയുന്നത് ഒരു 6-ന്റെയും 10-ന്റെയും ഇടയിലായിരിക്കും കേട്ടോ, ഒന്ന് ഓർത്തു വെക്കുക. ചിലപ്പോ അത് 8-10 എന്ന് കാണാറുണ്ട്, ചിലപ്പോ ഒരു 8-12 കാണാറുണ്ട്, എന്നാലും 12-ന്റെ മുകളിലേക്കൊന്നും കാണാറില്ല. അപ്പൊ ഇതിൽ ഓപ്ഷനിൽ അങ്ങനെ കൺഫ്യൂസിംഗ് ആയിട്ട് തരില്ല, ഈ ഒരു റേഞ്ചിൽ കിടന്നോളും, 6-ന്റെയും 10-ന്റെയും ഒക്കെ ഒരു റേഞ്ചിൽ കിടന്ന് കളിച്ചോളും ഒരു പെട്രോൾ എഞ്ചിൻ ആണെന്നുണ്ടെങ്കിൽ. ഇനി ആ പ്രഷർ, അത് കംപ്രഷന്റെ അവസാനം അവിടെ ഉണ്ടാവുന്ന പ്രഷർ എന്ന് പറയുന്നത് 6 to 12 ബാർ ആണ്. 6 മുതൽ 12 ബാർ പ്രഷർ വരെയാണ് ആ കംപ്രഷന്റെ അവസാനം ഉണ്ടാവുന്ന പ്രഷർ. ഇനി ടെമ്പറേച്ചർ അറ്റ് ദി എൻഡ് ഓഫ് കംപ്രഷൻ, അതായത് കംപ്രഷന്റെ അവസാനം അയാളെ അറ്റൈൻ ചെയ്യുന്ന ആ ഒരു ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഒരു 250°C to 350°C ആണ്. ഓക്കെ, കാരണം പെട്രോളിന്റെ ഒരു സെൽഫ് ഇഗ്നിഷൻ ടെമ്പറേച്ചർ എത്ര അറിയാമോ, പെട്രോൾ എഞ്ചിന്റെ പെട്രോളിന്റെ? അറിയില്ല. പെട്രോളിനാണോ ഡീസലിനാണോ സെൽഫ് ഇഗ്നിഷൻ ടെമ്പറേച്ചർ കൂടുതൽ? ഡീസലിനല്ല, അല്ല ഡീസലിന് അല്ലല്ല, പെട്രോളിനാണ് സെൽഫ് ഇഗ്നിഷൻ. സെൽഫ് ഇഗ്നിഷൻ എന്ന് പറയുന്നത് സെൽഫ് ഇഗ്നിഷൻ അതായത് നമ്മള് എയറും ഓക്സിജനും ഒക്കെ പ്രസൻസില് നമ്മൾ ഒരു ഫ്യൂവലിനെ ഇങ്ങനെ കംപ്രസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ കംപ്രസ് ചെയ്ത് അയാളുടെ പ്രഷറും ടെമ്പറേച്ചറും ഒക്കെ കൂട്ടി കഴിയുമ്പോൾ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ എത്തിക്കഴിയുമ്പോൾ ഇയാൾ കത്തും. അതായത് നമ്മൾ വേറെ സ്പാർക്ക്, ഡീസൽ എഞ്ചിനിൽ അങ്ങനെയാണല്ലോ, നമ്മൾ പുറത്ത് സ്പാർക്കും കൊടുക്കുന്നില്ല, അല്ലാതെ തന്നെ കത്തുകയാണ്. ഏത് ടെമ്പറേച്ചറിലാണോ അയാൾ ആ കത്തുന്നത് അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, അയാളുടെ സെൽഫ് ഇഗ്നിഷൻ എന്നൊക്കെ വിളിക്കുന്നത്. അപ്പൊ അത് പെട്രോളിനാണ് കൂടുതൽ, കാരണം നമുക്കത് എല്ലാവർക്കും ഒരു ധാരണയുണ്ട്, ഡീസലിനാണ് കൂടുതൽ എന്നൊരു ധാരണയുണ്ട്. പക്ഷെ ഡീസലിനല്ല, പെട്രോളിനാണ് കൂടുതൽ. ഏതാണ്ട് ഒരു 270° അല്ലെങ്കിൽ 280°യിലാണ് വരുന്നത്. 270 അല്ലെങ്കിൽ 280°യിലാണ് സംഭവം വരുന്നത്. ഇനി ഡീസൽ എഞ്ചിൻ ആണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഒരു 210°C ഒക്കെയാണ് ആ റേഞ്ച്. വേരിയേഷൻ ഉണ്ടാവും കേട്ടോ, 300 കാണാറുണ്ട്, ഏതാണ്ടൊക്കെ ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. അതുകൊണ്ടാണ് ആ ഒരു സ്പാർക്ക് കൊടുക്കുമ്പോ അതിന്റെ ഇടയിൽ കിടക്കുന്ന ടെമ്പറേച്ചർ കണ്ടാ 250 to 350 ആണ്. കണ്ടാ 250. അങ്ങനെയാണെങ്കിൽ ഡീസൽ എഞ്ചിൻ കൂടുതൽ കംപ്രസ് ചെയ്യുന്ന എന്തിനാണ് ഡീസൽ അത്രയും റേറ്റ് വരെ? ഡീസൽ എഞ്ചിൻ ഡീസൽ കംപ്രഷൻ ഭയങ്കര കൂടുതലല്ലേ? അതെ, ഡീസലിന്റെ കംപ്രഷൻ, എയറിന്റെ കംപ്രഷൻ ഭയങ്കര കൂടുതലല്ലേ? അത്രയും കംപ്രസ് ചെയ്യുന്ന എങ്ങനെയാണ് ഓട്ടോ ടെമ്പറേച്ചർ കുറവാണെങ്കിൽ? കാരണം ഇവിടെ നമ്മള് ഓട്ടോഗിനേഷൻ, ഇപ്പൊ ഇയാളെ കംപ്രസ് ചെയ്തില്ലെങ്കിലും പെട്രോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു സ്പാർക്കിന്റെ അസിസ്റ്റൻസ് നമുക്കുണ്ട്. ഒരു സ്പാർക്കിന്റെ അസിസ്റ്റൻസ് ഉള്ളത് കൊണ്ടാണ് എന്ത്, പെട്രോൾ എഞ്ചിനിൽ കംപ്രഷൻ റേഷ്യോ കുറച്ച് മതി. കാരണം അയാൾ നമ്മൾ ഓട്ടോ ഇഗ്നേറ്റ് ചെയ്യിക്കല്ല, സെൽഫ് ഇഗ്നേഷൻ അല്ല പെട്രോളിന് നടക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യണേ, അത്യാവശ്യം ഈ പറയുന്ന ഒരു ടെമ്പറേച്ചറിലേക്ക് എത്തിച്ചിട്ട് സ്പാർക്കിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ കത്തിക്കുന്നത്. പക്ഷെ ഡീസൽ എഞ്ചിനിൽ അങ്ങനെയല്ല, നമ്മൾ എന്ത് ചെയ്യണം, അയാളുടെ സ്വന്തമായിട്ടുള്ള ആ ഒരു സെൽഫ് ഇഗ്നേഷൻ ടെമ്പറേച്ചറിലേക്ക് എത്തിച്ചാൽ മാത്രമാണെന്ത്, എയറിനെ എത്തിച്ചാൽ മാത്രമാണെന്ത് ഡീസൽ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ കത്തുള്ളൂ, അല്ലെങ്കിൽ കത്തൂല, എഞ്ചിൻ വർക്ക് ചെയ്യൂല.
പിടികിട്ടിയാ? ഓക്കെ. അപ്പൊ ഡീസൽ എഞ്ചിനിൽ ഒരു സ്പാർക്ക് പ്ലഗിന്റെ അസിസ്റ്റൻസ് ഉണ്ടായിരുന്നെങ്കിൽ വേണ്ട, അത്രയും കംപ്രഷൻ റേഷ്യോ അയാൾക്ക് കൊടുക്കേണ്ട കാര്യമില്ല, നമുക്ക് ഒഴിവാക്കാമായിരുന്നു. പക്ഷെ അയാളുടെ ഡിസൈനിൽ അതിൻ്റെതായ വ്യത്യാസങ്ങളുണ്ട്. അതിൻ്റെതായ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും രണ്ടുപേർക്കും ഉണ്ടാവും. SI എഞ്ചിനും ഡീസൽ എഞ്ചിനും ഉണ്ടാവും. ഇനി ഒരു ഡീസൽ എഞ്ചിനിൽ ഇപ്പൊ സാറ് ഹീറ്റിംഗ് പ്ലഗ് ഇല്ലേ? ഹീറ്റിംഗ് പ്ലഗ് ഇല്ലേ ഡീസൽ എഞ്ചിനില്? ഹീറ്റിംഗ് പ്ലഗ് അല്ല, നമ്മള് ഗ്ലോ പ്ലഗ് എന്ന് പറയാറുണ്ട്. അതെന്തിനാ കൊടുക്കണേ നമ്മള്? ചൂടാക്കാൻ അല്ലേ? എന്തിനാ ചൂടാക്കാൻ? ഈ പഴയ ഫ്യൂവലിനെ കംപ്രസ് ചെയ്യാൻ. വണ്ടികളിൽ അത് പുറമേ ഒന്നും നമ്മൾ കാണാറില്ല. ഈ പഴയ വണ്ടികളൊക്കെ ഉണ്ട്, പഴയ ഈ ടെമ്പോയിലൊക്കെ നമ്മൾ നോക്കി കഴിഞ്ഞാലേ ഈ ഡീസൽ എഞ്ചിൻ ആയിരിക്കുമല്ലോ, അത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു സ്വിച്ച് ഇങ്ങനെ ഞെക്കി പിടിക്കും. അത് ഇഗ്നിഷൻ സ്വിച്ച് ഓൺ ചെയ്തിട്ട് ആ ക്രാങ്ക് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ആ ഫസ്റ്റ് സ്റ്റെപ്പ് ഉണ്ടല്ലോ, അത് ഓൺ ചെയ്തിട്ട് നമ്മൾ കുറച്ചു നേരം ഒരു കറുത്ത സ്വിച്ച് ഉണ്ട്, ആ കറുത്ത സ്വിച്ച് ഇങ്ങനെ ഞെക്കി പിടിക്കും. അത് ഹീറ്റ് ചെയ്യുന്നതാണ്, അത് പ്രീ ഹീറ്റ് ചെയ്യണതാണ്. ആ എയറിനെ ജസ്റ്റ് ഒന്ന് അത് എഞ്ചിൻ പെട്ടെന്ന് ഡീസൽ എഞ്ചിൻ, പഴയ ഡീസൽ എഞ്ചിനൊക്കെ ഇപ്പോഴാണ് തൊടുമ്പോ തന്നെ സ്റ്റാർട്ട് ആണ്. പഴയ ഡീസൽ എഞ്ചിനൊക്കെ സ്റ്റാർട്ട് ആവാൻ കുറച്ച് സ്റ്റാർട്ട് ആവും. അപ്പൊ അതിന് വേണ്ടിട്ട് എയറിനെ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അതിനാണ് നമ്മൾ ഗ്ലോ പ്ലഗ് എന്ന് പറയാറുണ്ട്. ഗ്ലോ പ്ലഗ് അത് ഈ സിലിണ്ടറിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതൊരിക്കലും എന്തല്ല, സ്പാർക്ക് പ്ലഗ് അല്ല, അവിടെ സ്പാർക്ക് അല്ല പ്രൊവൈഡ് ചെയ്യുന്നത്, കുറച്ച് ഹീറ്റ് അങ്ങോട്ട് കൊടുക്കും. അതായത് എഞ്ചിൻ ഒന്ന് എന്താണ് അയാളുടെ വാമപ്പിന് വേണ്ടിയിട്ട്. എഞ്ചിൻ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ എത്തിയാലാണ് അയാൾ മര്യാദക്ക് ഫംഗ്ഷൻ ചെയ്യുള്ളൂ, പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുള്ളൂ. അപ്പൊ അതിന് വേണ്ടി എയറിനെ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെ പരിപാടിയാണ് ഗ്ലോ പ്ലഗ് എന്ന് പറയും. ഓക്കെ. ഇനി ഒരു 2 സ്ട്രോക്ക് സൈക്കിള് പെട്രോൾ എഞ്ചിനാണ്. അപ്പൊ നമുക്കറിയാം, നേരത്തെ നമ്മൾ പറഞ്ഞ ആ 4 പ്രോസസ്സ് ഇതുകൊണ്ട് പറഞ്ഞ നമുക്ക് നിർത്താം. 4 പ്രോസസ്സ്, ആ 4 പ്രോസസ്സ് ഇവിടെ എത്ര സ്ട്രോക്കിൽ നടക്കും? 2 സ്ട്രോക്കിൽ നടക്കും. അതാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? 2 സ്ട്രോക്ക് സൈക്കിൾ പെട്രോൾ എഞ്ചിൻ. അപ്പൊ ഇയാളും കൂടി പറഞ്ഞിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ അതിന് ഉത്തരങ്ങൾ പറയാ. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ ഒരു സ്പാർക്ക് പ്ലഗ് മുകളിൽ കാണാം, ഇവിടെ ഒരു പിസ്റ്റൺ നിങ്ങൾക്ക് കാണാം. ആ പിസ്റ്റണിൽ നിന്ന് ഒരു കണക്ടിംഗ് റോഡ് പോയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഒരു ക്രാങ്ക് ഷാഫ്റ്റ് കാണാം. പിന്നെ 3 പോർട്ട് കാണാം. ശ്രദ്ധിക്കട്ടെ, ഫ്യൂവൽ മിക്സ്ചർ അകത്തേക്ക് കയറുന്ന ഒരു പോർട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഒരു ട്രാൻസ്ഫർ പോർട്ട് ഇവിടെ കാണാം. ഒരു എക്സ്പോസ്റ്റ് പോർട്ട്, അയാൾക്ക് പേരിട്ടിട്ടില്ല, എക്സ്പോസ്റ്റ് പോർട്ടാണ് ഇയാള്. ഒരു എക്സ്പോസ്റ്റ് പോർട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോ ഇവിടെ എന്താ സംഭവിക്കണം നമുക്ക് ജസ്റ്റ് നോക്കാം. ഇപ്പൊ പിസ്റ്റൺ BDCയിൽ നിന്നും താഴെ നിന്നും മുകളിലേക്ക് പോയാണ്. താഴെ നിന്നും TDCയിലെ ലക്ഷ്യം വെച്ചിട്ട് ഇയാൾ മൂവ് ചെയ്യണം. അങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ഒരേ സമയത്ത് ആ ഒറ്റ സ്ട്രോക്കില് അത് പിസ്റ്റൺ ക്രാങ്ക് ഷാഫ്റ്റിന്റെ എത്ര ഡിഗ്രി റൊട്ടേഷൻ ആയിരിക്കും? ഒരു സ്ട്രോക്ക് എന്ന് പറയുന്നത് ക്രാങ്ക് ഷാഫ്റ്റിന്റെ എത്ര ഡിഗ്രി റൊട്ടേഷൻ ആയിരിക്കും? 180 ആയിരിക്കും, സംശയമൊന്നുമില്ല. ക്രാങ്ക് ഷാഫ്റ്റിന്റെ 180 ഡിഗ്രി റൊട്ടേഷനിലാണെന്ത് ഒരു സ്ട്രോക്ക് നടക്കണേ. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഒരു 4 സ്ട്രോക്ക് എഞ്ചിൻ ആണെങ്കിൽ എത്ര ഡിഗ്രി റൊട്ടേഷനിലാണ് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആവണേ? ഒരു സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? 4 പ്രോസസ് അല്ലേ? കൺഫ്യൂസിങ് ആക്കാറുള്ള കുറച്ച് ഓപ്ഷനും ചോദ്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അവിടെ പറയാൻ വിട്ടുപോയതാണ്. ഒരു 4 സ്ട്രോക്ക് എഞ്ചിനിലെ 4 പ്രോസസ് കംപ്ലീറ്റ് ചെയ്യുന്നതാണ് ഒരു സൈക്കിള്. ആ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ക്രാങ്ക് ഷാഫ്റ്റ് എത്ര തവണ റൊട്ടേറ്റ് ചെയ്യണം? 2 തവണ. 720. 2 തവണ റൊട്ടേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാല് 2 360 അല്ലെ? അതായത് ഡിഗ്രി നോക്കി കഴിഞ്ഞാൽ 720 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് ഒരു 4 സ്ട്രോക്ക് എഞ്ചിനിലെ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആവുള്ളൂ. ഓക്കെ. പക്ഷെ അവിടെയും ഇവിടെയും ഒരു സ്ട്രോക്കിന്റെ ആംഗിൾ എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 180 ആണ്. BDCയിലേക്ക് പോകുന്നതാണ് 2 സ്ട്രോക്ക് എഞ്ചിൻ ആയാലും 4 സ്ട്രോക്ക് എഞ്ചിൻ ആയാലും ഒരു സ്ട്രോക്ക് എന്ന് പറയുന്നത്. അത് 180 ഡിഗ്രിയിലായിരിക്കും അല്ലെ? സക്ഷൻ സ്ട്രോക്ക് 180, അടുത്ത കംപ്രഷൻ അടുത്ത 180, വീണ്ടും പവർ സ്ട്രോക്ക് അടുത്ത 180, വീണ്ടും അടുത്തത് 720 ടോട്ടൽ അവിടെ കംപ്ലീറ്റ് ചെയ്യും. അപ്പൊ ഇവിടെ നമുക്ക് പറഞ്ഞൂടെ 2 സ്ട്രോക്ക് എഞ്ചിൻ അപ്പൊ എന്താണ്? 2 സ്ട്രോക്കില് അയാളുടെ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യും. അത് പകുതി മതി. 360 ഡിഗ്രിയിൽ എന്ത് ചെയ്യും? ഇയാളുടെ ഒരു സ്ട്രോക്ക് ഒരു സൈക്കിള് കംപ്ലീറ്റ് ചെയ്യും. അതിലേക്ക് വരാം. ജസ്റ്റ് ഇയാളുടെ വർക്കിംഗ് ഒന്ന് നോക്കിയിട്ട് പറയാം. അപ്പൊ ഒരു സക്ഷൻ നടക്കുന്ന എപ്പോഴാണ്? പിസ്റ്റൺ ശ്രദ്ധിക്കട്ടോ, BDCയിൽ നിന്നും TDCയിലേക്ക് പോകുന്ന സമയത്ത് ഈ പോർട്ട് ഓപ്പൺ ആവും എന്ന് പറഞ്ഞാൽ ഈ ഇൻലെറ്റ് പോർട്ട് ഓപ്പൺ ആവും. ഇപ്പൊ ശരിക്കും ഇവിടെ ഒരു വാൽവ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. ചില എഞ്ചിൻസിൽ അങ്ങനെ വാൽവ് കാണാറുണ്ട്. പക്ഷെ പൊതുവെ ക്വസ്റ്റ്യൻസ് വരുമ്പോണ്ടല്ലോ 4 സ്ട്രോക്കും 2 സ്ട്രോക്കും മെയിൻ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്
ടു സ്ട്രോക്കില് വാൽവ് ആബ്സെന്റ് ആണെന്നാ പറയാറ്. ഓക്കെ, അപ്പൊ നിങ്ങൾ അങ്ങനെ പഠിച്ചാൽ മതി. ചില എഞ്ചിൻസിൽ കാണാറുണ്ടെന്ന് പറഞ്ഞ് നെറ്റിലൊക്കെ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാം വാൽവ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കാണാറുണ്ട്. പക്ഷെ പൊതുവെ ചോദ്യം വരുമ്പോൾ രണ്ടും തമ്മിലുള്ള മെയിൻ വ്യത്യാസം എന്ന് പറയുന്നത് ടു സ്ട്രോക്കിൽ പോർട്ട് മാത്രമാണ് ഇൻടേക്കിനും എക്സോസ്റ്റിനൊക്കെ വരുന്നത്, വാൽവ് ഉണ്ടാവില്ലെന്നാ പറയാം. തൽക്കാലം വാൽവിനെ മാറ്റി നിർത്തിക്കോ, മൈൻഡ് ചെയ്യണ്ട. അപ്പൊ ഇയാളെ മുകളിലേക്ക് പോകുമ്പോ ഇവിടെ എന്ത് ചെയ്യും, നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു നെഗറ്റീവ് പ്രഷർ വരും, അറ്റ്മോസ്ഫിയർ പ്രഷർ കുറഞ്ഞ പ്രഷർ വരും, നമ്മളുടെ ചാർജ് അകത്തേക്ക് കയറും, ഫ്യൂൽ എയർ മിക്സ്ചർ അകത്തേക്ക് കയറും. അതേ സമയത്ത് തന്നെ മുകളിൽ എന്ത് നടക്കുന്നുണ്ട്, കംപ്രഷൻ നടക്കുന്നുണ്ട്. ശ്രദ്ധിക്കാട്ടോ, ആ സമയത്ത് നോക്കിയേ ട്രാൻസ്ഫർ പോർട്ടും എക്സോസ്റ്റ് പോർട്ടും ക്ലോസ്ഡ് ആണ്. ഇൻലെറ്റ് പോർട്ട് ഓപ്പൺ ആണ്, ട്രാൻസ്ഫർ പോർട്ടും എക്സോസ്റ്റ് പോർട്ടും ക്ലോസ്ഡ് ആണ്. പിസ്റ്റൺ BDC നിന്ന് TDCയിലേക്ക് പോയപ്പോ രണ്ട് കാര്യങ്ങൾ നടന്നു, ഇൻടേക്കും നടന്നു, മുകളിൽ കംപ്രഷനും നടന്നു. ഓക്കെ, ആ 180 ഡിഗ്രിയിൽ രണ്ട് പ്രോസസ് അവിടെ കംപ്ലീറ്റ് ആയി. ഒറ്റ സ്ട്രോക്കിൽ രണ്ട് പ്രോസസ് അവിടെ കംപ്ലീറ്റ് ആയി. ആ കംപ്രഷന്റെ അവസാനം നമ്മൾ എന്ത് ചെയ്തു, സ്പാർക്ക് ഇനിഷ്യേറ്റ് ചെയ്തു, സ്പാർക്ക് കൊടുത്തു. അപ്പൊ എന്ത് ചെയ്യും, എക്സ്പാൻഷൻ താഴേക്ക് വരും അല്ലെ. പിസ്റ്റൺ താഴേക്ക് വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും, നേരത്തെ ഇതിന്റെ അകത്ത് കയറിയിരിക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ നമ്മുടെ ചാർജ്, ഫ്രഷ് ചാർജ്, ആ ചാർജ് എന്ത് ചെയ്യും, അതിന് ചെറിയൊരു കംപ്രഷൻ കിട്ടും. ഈ കേസിംഗിൽ ഇരുന്നിട്ട് ചെറിയൊരു കംപ്രഷൻ കിട്ടും. അതിന് നമ്മൾ ക്രാങ്ക് കേസ് കംപ്രഷൻ എന്ന് പറയാറുണ്ട്. അത് യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ട കംപ്രഷൻ അല്ല, ഈ ഇതിന്റെ അകത്തിരുന്നിട്ട് ചെറിയൊരു കംപ്രഷൻ, ഈ പിസ്റ്റന്റെ താഴേക്കുള്ള വരവ് കൊണ്ട് ഒരു കംപ്രഷൻ കിട്ടുന്നതുകൊണ്ട് അതിനെ വിളിക്കുന്ന പേരാണിത് ക്രാങ്ക് കേസ് കംപ്രഷൻ. അപ്പൊ അയാൾ എന്ത് ചെയ്യും, ഇതിലേ വന്നിട്ട് ഈ ട്രാൻസ്ഫർ പോർട്ട് വഴി അയാൾ വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. പിസ്റ്റൺ താഴേക്ക് മൂവ് ചെയ്ത് ഈ ട്രാൻസ്ഫർ പോർട്ടിനെ കവർ ചെയ്ത് വീണ്ടും താഴേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കും, അത് ഓപ്പൺ ആവും, ആ ട്രാൻസ്ഫർ പോർട്ട് ഓപ്പൺ ആവും. അങ്ങനെ ഓപ്പൺ ആയി കഴിയുമ്പോൾ ഈ ഫ്യൂൽ എയർ ഇതിന്റെ അകത്തേക്ക് പോവും. അതിന്റെ കൂടെ തന്നെ എന്തും നടക്കും, എക്സ്പോസ്റ്റ് നടക്കും, വേണ്ട അത് കത്തിത്തീർന്ന ആള് ഇതിന്റെ പുറത്തേക്കും പോകും. ഇനി അങ്ങനെ പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും, എന്ത് സംഭവിക്കും, ഈ വരുന്ന ഫ്രഷ് ചാർജ് ഇല്ലേ, ഫ്രഷ് ചാർജ് ഇല്ലേ, ഫ്യൂൽ എയർ മിക്സ്ചർ, ഈ ഫ്രഷ് ചാർജ് കുറച്ച് എമൗണ്ടും ഇതിലങ്ങനെ ഇറങ്ങി പോകും, മുഴുവൻ പോകില്ല. ഈ ക്രൗൺ ഒക്കെ കൊടുത്തേക്കണ അതിനാ. ഈ ക്രൗൺ കൊടുത്തേക്കണ എന്തിനാണെന്നറിയോ, ക്രൗൺ പിസ്റ്റന്റെ മുകളിൽ ഒരു കറക്റ്റ് റൗണ്ട് അല്ല, ഒരു ക്രൗൺ ഷേപ്പ് ആണ്. ഡയറക്റ്റ് ഇയാള് ഇറങ്ങി പോകാതിരിക്കാൻ വേണ്ടി, ഈ മൂവ്മെന്റില് ഡയറക്റ്റ് ഈ എക്സ്പോസ്റ്റ് വഴി ഇറങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്രൗൺ ഷേപ്പ് കൊടുത്തേക്കണേ. അത് ഓപ്പൺ ആവുന്ന സമയത്ത് ഇയാൾക്ക് കിട്ടുന്ന ഇങ്ങനെ ഒരു മൂവ്മെന്റാ, മുകളിലേക്ക് ഒരു മൂവ്മെന്റ് ആണ് ഇയാൾക്ക് കിട്ടുന്നത്. ഇനി നിങ്ങൾ സ്കാവഞ്ചിങ് നടത്തുന്നുണ്ടോ, സ്കാവഞ്ചിങ്? സ്കാവഞ്ചിങ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. സാധാരണ രീതിയിൽ ഒരു 2 സ്ട്രോക്ക് എഞ്ചിനിലാണ് സ്കാവഞ്ചിങ് നടക്കുന്നത് സാധാരണ രീതിയിൽ. സംഭവം ഇത്രേ ഉള്ളൂ. ഇപ്പൊ നമുക്ക് 4 സ്ട്രോക്ക് എഞ്ചിൻ എടുത്തു കഴിഞ്ഞാല് അതിന് ഓരോന്നിനും പ്രത്യേക സ്ട്രോക്ക് ഉണ്ട്. എക്സ്പോസ്റ്റ് ഒക്കെ പുറന്തള്ളാനായിട്ട് പ്രത്യേകം സ്ട്രോക്ക് ഉണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെ പ്രത്യേകം സ്ട്രോക്ക് ഒന്നുമില്ല. എക്സ്പോസ്റ്റിനെ നമ്മൾ എങ്ങനെയാണ് പുറന്തള്ളുന്നത്, വരുന്ന ഫ്രഷ് ചാർജ് തള്ളിയിട്ടാണ് എന്ത് എക്സ്പോസ്റ്റ് പുറത്തേക്ക് പോകുന്നത്. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സ്കാവഞ്ചിങ് എന്ന് പറയുന്നത്. ഈ ഫ്രഷ് ചാർജ് വന്ന് എക്സോസ്റ്റ് ഗ്യാസിനെ പുറന്തള്ളുന്നതാണ് എന്ത് സ്കാവഞ്ചിങ് എന്ന് പറയുന്ന ആ പ്രോസസ്സ്. ആ സ്കാവഞ്ചിങ് പ്രോസസ്സിന്റെ കൂടെ എന്ത് സംഭവിക്കും, കുറച്ച് നല്ല ഫ്രഷ് ചാർജ്, ഫ്യൂവൽ ഉൾപ്പെടെയുള്ള നല്ല ഫ്രഷ് ചാർജ് കൂടി എന്ത് ചെയ്യും, ഈ എക്സോസ്റ്റ് വഴി ഇറങ്ങി. അത് നമ്മളുടെ 2 സ്ട്രോക്കിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. കമ്പാരിസൺ കുറെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്ര നിങ്ങൾക്ക് ക്ലിയർ ആണോ നോക്കിയേ? അപ്പൊ ഒരു 2 സ്ട്രോക്ക് എഞ്ചിനും 4 സ്ട്രോക്ക് എഞ്ചിനും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരേ കംപ്രഷൻ റേഷ്യോയില് വർക്ക് ചെയ്യുന്ന, വെറുതെ നമുക്ക് പറയാൻ പറ്റാ, ഒരേ കംപ്രഷൻ റേഷ്യോയില് വർക്ക് ചെയ്യുന്ന ഒരു 2 സ്ട്രോക്ക് എഞ്ചിനും 4 സ്ട്രോക്ക് എഞ്ചിനും എടുത്തു കഴിഞ്ഞാൽ ആർക്കായിരിക്കും കൂടുതൽ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരായിരിക്കും? 2 സ്ട്രോക്ക് 2 സ്ട്രോക്ക് എഞ്ചിൻ ആയിരിക്കും. കാരണം എന്താ? ടോട്ടൽ സൈക്കിള് 2 സ്ട്രോക്ക് എത്തിയല്ലോ. അത് തന്നെ. അതായത് 4 സ്ട്രോക്ക് എഞ്ചിൻ എന്ന് പറയുമ്പോൾ ഒരു പവർ സ്ട്രോക്ക് കിട്ടാനായിട്ട് 2 റെവല്യൂഷൻ കറങ്ങണം, 720 ഡിഗ്രി കറങ്ങുമ്പോഴാണ് ഒരു പവർ സ്ട്രോക്ക് നമുക്ക് അവിടെ കിട്ടുന്നത്. അതേസമയം 2 സ്ട്രോക്ക് എഞ്ചിൻ ആകുമ്പോൾ നമുക്ക് എന്ത് പറയാം, ഒറ്റ കറക്കത്തിൽ 360 ഡിഗ്രിയിൽ നമുക്ക് എന്ത് കിട്ടും, ഒരു പവർ സ്ട്രോക്ക് നമുക്ക് കിട്ടും. തിയററ്റിക്കലി നമുക്ക് ഡബിൾ ആണെന്ന് പറയാമെങ്കിലും ആക്ച്വൽ കേസിൽ ഡബിൾ ഒന്നുമില്ല, 30% ഒക്കെ കിട്ടുള്ളൂ. കാരണം വേറെ കുറെ ഫാക്ടേഴ്സ് ഒക്കെ കയറി വരുന്നുണ്ട്. ഒരു 30% എന്ത് ആക്ച്വൽ കേസിൽ നമുക്ക് പവർ. അത് 4 സ്ട്രോക്കിന്റെ അതേ കംപ്രഷൻ റേഷ്യോയിൽ വർക്ക് ചെയ്യുന്ന ഒരു 2 സ്ട്രോക്ക് എടുത്തു കഴിഞ്ഞാൽ 4 സ്ട്രോക്ക് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുന്ന പവറിനേക്കാളും ഒരു 30% കൂടുതലായിരിക്കും ആക്ച്വൽ കേസിൽ 2 സ്ട്രോക്ക് ഡെവലപ്പ് ചെയ്യുന്നത്.
ഇനി തെർമൽ എഫിഷ്യൻസി ആർക്കാരും കൂടുതല്? 4 stroke. 4 സ്ട്രോക്കിനായിരിക്കും തെർമൽ എഫിഷ്യൻസി കൂടുതൽ. നമുക്ക് വേണമെങ്കിൽ തെർമൽ എഫിഷ്യൻസിയുടെ ഒക്കെ ഇതിലാണ് കയറി വരുന്നത്, നമ്മുടെ എഞ്ചിൻ പെർഫോമൻസിലാണ് കയറി വരുന്നത്. തെർമൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞാല് ഇയാള് ഉണ്ടാക്കുന്ന പവർ, അത് ബ്രേക്ക് പവർ വെച്ചിട്ടോ ഇൻഡിക്കേറ്റർ പവർ വെച്ചിട്ടോ പറയാം. തൽക്കാലം നിങ്ങൾ പവർ എന്ന് എടുക്കുക. ആ പവറാണ് ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ആ ഫ്യൂവല് കത്തുമ്പോ ബേൺ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ആ എനർജി പ്രൊഡക്ഷൻ, അതിന്റെ റേഷ്യോ ആണ് തെർമൽ എഫിഷ്യൻസി നമ്മൾ പറയുന്നത്. അപ്പൊ നമുക്കറിയാം ഈ നമ്മൾ ഈ പറയുന്ന 2 സ്ട്രോക്ക് എഞ്ചിൻ എടുത്തു കഴിഞ്ഞാല് നമ്മൾ കൊടുക്കുന്ന കംപ്ലീറ്റ് ഫ്യൂവലും കത്താതെ കുറച്ചയാള് മാറിപ്പോവും, ഇറങ്ങിപ്പോവും. അതുകൊണ്ട് തന്നെ ഇതിന്റെ അകത്ത് ആ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന എനർജി 4 സ്ട്രോക്കിനെ അപേക്ഷിച്ചിട്ട് കുറവായിരിക്കും. ഹീറ്റ് എനർജി അത് ഇൻപുട്ട് കുറവായിരിക്കും. മനസ്സിലാവണ്ടോ? അതിനനുസരിച്ചിട്ട് നമ്മുടെ എന്താണ് ഹീറ്റ് എനർജിയുടെ പ്രൊഡക്ഷനും പവറിന്റെ പ്രൊഡക്ഷനിലൊക്കെ വ്യത്യാസങ്ങൾ വരും. തെർമൽ എഫിഷ്യൻസി നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ എന്ത് സംഭവിക്കും? തെർമൽ എഫിഷ്യൻസി കണ്ടുപിടിക്കുമ്പോൾ 4 സ്ട്രോക്കിന് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും ഇയാളെ അപേക്ഷിച്ചിട്ട്. ഓക്കെ, ഇത്രയൊക്കെയാണ്. പിന്നെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ താഴേക്ക് വരുന്നത്. നെക്സ്റ്റ് ഡീസൽ എഞ്ചിൻ ആണ്. അപ്പൊ ഡീസൽ എഞ്ചിൻ നമുക്ക് എന്താണ് അടുത്ത ദിവസം നോക്കാം. എന്തായാലും ഇത് അല്ലെ പറഞ്ഞു തീർത്താട്ടെ? ഇനി പറയാൻ എളുപ്പം എന്താ വ്യത്യാസം എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നമ്മള് പെട്രോൾ എഞ്ചിൻ 4 സ്ട്രോക്കും 2 സ്ട്രോക്കും കണ്ടതുപോലെ നെക്സ്റ്റ് ആണ് ഡീസൽ എഞ്ചിൻ. അപ്പൊ ഡീസൽ എഞ്ചിന് നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ആണ്. 2 സ്ട്രോക്ക് സൈക്കിൾ ഡീസൽ എഞ്ചിനും 4 സ്ട്രോക്ക് സൈക്കിൾ ഡീസൽ എഞ്ചിനും. ഒരെല്ലുള്ളൂ കേട്ടോ, ഒരെല്ലാം എക്സ്ട്രാ കയറി വന്ന ഡീസലിന് ഒരെല്ലുള്ളൂ. ഇനി എന്താണ് വ്യത്യാസം? ബാക്കി പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഒരുപോലെ തന്നെ. എന്താ വ്യത്യാസം? ഇൻലെറ്റില് എയർ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മുടെ ആ സക്ഷന്റെ സമയത്ത് എയർ മാത്രമാണ് ഉണ്ടാവുന്നത്. ഇനി വേറെന്താ വ്യത്യാസം? ഇഞ്ചക്ടർ ആയിരിക്കും, സ്പാർക്ക് പകരം ഒരു ഫ്യൂവൽ ഇഞ്ചക്ടർ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ സക്ഷൻ സ്ട്രോക്ക് കഴിഞ്ഞ് TDCയിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഹൈ കംപ്രഷൻ, ഹൈ പ്രഷർ ഒക്കെ വരുന്നു. എന്താണ് എയർ ആ ഒരു ഡീസലിന്റെ ആ ഒരു ഓട്ടോഗിനേഷൻ ടെമ്പറേച്ചർ വരെ നമ്മൾ എന്ത് ചെയ്യും? എയറിനെ കംപ്രസ് ചെയ്ത് ടെമ്പറേച്ചർ റൈസ് ചെയ്ത് നിർത്തുന്നു. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഫ്യൂവൽ ഇഞ്ചക്ടർ വെച്ചിട്ട് ഫ്യൂവൽ നമ്മൾ എന്ത് ചെയ്യും? അകത്തേക്ക് ചെയ്ത് വിടും. അപ്പൊ ആ സമയത്ത് അയാൾ ബേൺ ചെയ്യും. കമ്പഷൻ നമുക്ക് എക്സ്ട്രാ പഠിക്കാനുള്ളതാണ്, നമ്മൾ ജസ്റ്റ് പറഞ്ഞുവിടാണ്. അപ്പൊ ഫ്യൂവൽ ഇഞ്ചക്ട് ചെയ്യുന്നു, ഫ്യൂവൽ കത്തുന്നു. ആ കത്തി കഴിയുമ്പോൾ സംഭവിക്കും അല്ലെങ്കിൽ എക്സ്പാൻഷൻ സ്ട്രോക്ക് നടക്കുന്നു. ദെൻ ലാസ്റ്റ് എന്താണ്? നമ്മളുടെ എക്സോസ്റ്റ് നടക്കും. അപ്പൊ വ്യത്യാസങ്ങൾ മാത്രം മനസ്സിലാക്കിയാൽ മതി. ഫ്യൂവൽ ചാർജ് അകത്തേക്ക് വരുന്നതിനും ഫ്യൂവൽ എയർ ചാർജ് അകത്തേക്ക് വരുന്നതിന് പകരം എയർ മാത്രമാണ്. സ്പാർക്ക് പ്ലഗിന് പകരം ഫ്യൂവൽ ഇഞ്ചക്ടർ ആണ് ഉപയോഗിക്കുന്നത്. ബാക്കിയെല്ലാം സെയിം തന്നെ. ദെൻ 2 സ്ട്രോക്ക് സൈക്കിൾ ഡീസൽ എഞ്ചിൻ, അതും ഞാൻ ഈ പറഞ്ഞ പോലെ വർക്കിംഗ് എന്താണ് വ്യത്യാസം എന്ന് എഴുതി വെച്ചേക്കുക. സിമിലർ ടു എന്താണ്? ഒരു 2 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ തന്നെയാണ്. എന്തൊക്കെയാണ് വ്യത്യാസം? സ്പാർക്ക് പ്ലഗിന് പകരം ഫ്യൂവൽ ഇഞ്ചക്ടർ കാണും. സക്ഷന്റെ സമയത്ത് എയർ മാത്രമാണ് അകത്തേക്ക് കയറുന്നത്. കംപ്രഷന്റെ സമയത്ത് എയർ മാത്രമാണ് കംപ്രസ് ചെയ്യുന്നത്. ബാക്കിയെല്ലാം നമ്മൾ വേണ്ട ഇൻലെറ്റ് പോർട്ടും ട്രാൻസ്ഫർ പോർട്ടും എക്സോസ്റ്റ് പോർട്ടും ആ ഫിഗറും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ വരും. ഇനി ഇയാളുടെ തെർമൽ എഫിഷ്യൻസി നോക്കി കഴിഞ്ഞാലുണ്ടല്ലോ, ഒരു ഡീസൽ എഞ്ചിന്റെ തെർമൽ എഫിഷ്യൻസി നോക്കിക്കഴിഞ്ഞാല് കൂടുതലായിരിക്കും. എന്താ കാരണം? അതായത് ഇവിടെ സ്കാവഞ്ചിന്റെ കൂടെ ഫ്യൂവല് ഇറങ്ങി പോവില്ല, എയർ മാത്രമേ ഉള്ളൂ. നമ്മൾ കേട്ടില്ലേ? ഇപ്പൊ നമ്മളെ ഫിഗർ എടുത്തു കഴിഞ്ഞാല് 2 സ്ട്രോക്ക് എഞ്ചിൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് 2 സ്ട്രോക്ക് എഞ്ചിൻ നോക്കിക്കഴിഞ്ഞാല് എന്തുകൊണ്ടാ പ്രശ്നം പറഞ്ഞേ? ഈ ട്രാൻസ്ഫർ പോർട്ട് വഴി ഇയാൾ കയറി വരുന്ന സമയത്ത് ഫ്യൂവലും എയറും കൂടിയാണ് കയറി വരണേ. അപ്പൊ അവര് രണ്ടുപേരും കൂടിയാണ് എന്ത് ഈ ബേൺഡ് ഗ്യാസിനെ തള്ളുന്നതും എയറും ബേൺഡ് ഗ്യാസിന്റെ കൂടെ കുറച്ച് നല്ല ഫ്യൂവലും കൂടി ഇറങ്ങിപ്പോകും. അതായിരുന്നു ഈ 2 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിന്റെ പ്രശ്നം. പക്ഷെ ഡീസൽ എഞ്ചിൻ വരുമ്പോ ഈ വരുന്നത് ആര് മാത്രം ഉണ്ടാവുള്ളൂ? എയർ മാത്രം ഉണ്ടാവുള്ളൂ. ഡീസൽ എപ്പോഴാ വരുന്നത്? കംപ്രഷന്റെ അവസാനം ഇഞ്ചക്ട് ചെയ്യുമ്പോൾ മാത്രമാണ് ഡീസൽ കയറി വരുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് പ്രശ്നമില്ല, സ്കാവെഞ്ചിങ്ങിന്റെ കൂടെ ഡീസൽ ഇറങ്ങി പോകും എന്നൊരു പ്രശ്നം നമുക്ക് അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മള് ഈ എന്താണ് കുറച്ചുകൂടി ഹെവി എഞ്ചിൻസിലൊക്കെ ഷിപ്പിന്റെ ഒക്കെ എഞ്ചിൻസിലൊക്കെ 2 സ്ട്രോക്ക് ഡീസൽ എഞ്ചിനാണ് നമ്മൾ ഉപയോഗിക്കാറ്. ഇപ്പൊ 2 സ്ട്രോക്ക് പെട്രോൾ നമുക്ക് നമുക്ക് മനസ്സിലാവും. സാധാരണ പഴയ സ്കൂട്ടറിലും അങ്ങനത്തെ ഇതിലൊക്കെയാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്.
കുറച്ചും കൂടി സാധനം, അതായത് എഫിഷ്യൻസി കൂടിയ ആളാരാണ്? ഡീസൽ, ടു സ്ട്രോക്ക് ഡീസൽ എഞ്ചിൻ ആയതുകൊണ്ട് ആളുടെ തെർമൽ എഫിഷ്യൻസി ഒക്കെ കമ്പാരിറ്റീവ്ലി കൂടുതലായിരിക്കും. അത് ഈ കാരണം കൊണ്ടാണ്. നിലവിൽ നമ്മള് ടു സ്ട്രോക്ക് വണ്ടികളൊന്നും ഇറക്കുന്നില്ല, പൊള്യൂഷനും പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ടു സ്ട്രോക്ക് വണ്ടികൾ നിലവിൽ ഇറക്കുന്നില്ല. ഓക്കെ, ഇനി നമുക്ക് എന്താ കമ്പാരിസൺ, ഇവിടെ ഫിഗർ കൊടുത്തിട്ടുണ്ട്. അതുപോലെയൊക്കെ തന്നെ സ്കാവഞ്ചിങ് എന്താന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ദിസ് ആക്ഷൻ ടേക്സ് പ്ലേസ് ഇൻ ദ ടു സ്ട്രോക്ക് സിലിണ്ടർ അല്ലെങ്കിൽ ടു സ്ട്രോക്ക് എഞ്ചിൻ. ജസ്റ്റ് ഒന്ന് വായിച്ചു വിടാം. ദ ചാർജ് എൻറ്റേഴ്സ് ദ എഞ്ചിൻ സിലിണ്ടർ ഫ്രം ദ ക്രാങ്ക് കേസ് അറ്റ് എ പ്രഷർ ഹയർ ദാൻ ദി എക്സോസ്റ്റ് ഗ്യാസ്. അതായത് നമ്മുടെ ക്രാങ്ക് കേസിൽ നിന്ന് ആള് കയറി വരും, ട്രാൻസ്ഫർ പോർട്ട് വഴി മുകളിലേക്ക് കയറി വരും. The fresh charge forces the exhaust gas to the atmosphere. Exhaust port വഴി ഈ fresh charge എന്ത് ചെയ്യും? എക്സോസ്റ്റ് ഗ്യാസിനെ തള്ളി പുറത്തേക്ക് ഇടും. During the period, both the transfer and exhaust ports are kept open for a short period. ആ ട്രാൻസ്ഫർ പോർട്ടും എക്സോസ്റ്റ് പോർട്ടും ആ സമയത്ത് എന്തായിരിക്കും? ഓപ്പൺ ആയിരിക്കും. നല്ലാണല്ലോ തള്ളലും പുറന്തള്ളലും നടക്കും. Hence, there is a possibility of fresh charge escaping out with the burned gas. Burned gasന്റെ കൂടെ കുറച്ച് fresh charge കൂടി ഇറങ്ങിപ്പോകും. This is overcome by designing the piston to have a deflected shape. നമ്മളെ ക്രൗൺ കണ്ടില്ലേ മുകളില്? വേണ്ടിയിട്ടാണ് ആ ഒരു ഷേപ്പ് നമ്മൾ ക്രൗൺ ഷേപ്പിൽ ഒരു ഹമ്പ് പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. ഡിഫ്ലക്റ്റഡ് ഷേപ്പ് ആയിരിക്കും. ദിസ് ഷേപ്പ് ഓഫ് പിസ്റ്റൺ ഡിഫ്ലക്ട് ദ ഫ്രഷ് ചാർജ് അപ്വേർഡ് ഇൻ ദ എഞ്ചിൻ സിലിണ്ടർ. അപ്പൊ ഡയറക്റ്റ് ഇങ്ങനെ നേരെ ഇറങ്ങി പോകുന്നതിന് വേണ്ടി എന്ത് ചെയ്യും? അതിലെ കയറുമ്പോൾ അയാൾ ഒന്ന് ഒരു അപ്വേർഡ് മോഷനാണ് അയാൾക്ക് കിട്ടുന്നത്. ഇനി ഇറ്റ് ഓൾസോ ഹെൽപ്പ് ഔട്ട് ഇൻ ഫോഴ്സിംഗ് ഔട്ട് ദി എക്സോസ്റ്റ് ഗ്യാസ് ടു അറ്റ്മോസ്ഫിയർ. പുറന്തള്ളാനും സഹായിക്കുന്നുണ്ട്. ദിസ് പ്രോസസ് ഈസ് നോൺ ആസ് സ്കാവഞ്ചിങ്. ഇതിനാണ് നമ്മൾ സ്കാവഞ്ചിങ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കമ്പാരിസൺ കൂടി നോക്കാം. നമുക്ക് പറഞ്ഞു വിടാവുന്നതാണ്. ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ പറഞ്ഞായിരിക്കും. ആദ്യം ഒരു പെട്രോൾ എഞ്ചിനും ഡീസൽ എഞ്ചിനും കമ്പയർ ചെയ്യണം. എന്താണ് ഫസ്റ്റ്? സക്ഷന്റെ എയർ ഫ്യൂൽ മിക്സർ ആണ് സ്പാർക്ക് ഇഗ്നിഷൻ അല്ലെങ്കിൽ പെട്രോൾ എഞ്ചിനില്. സക്ഷന്റെ സമയത്ത് ഓൺലി എയർ ആണ് കമ്പർഷൻ ഇഗ്നിഷൻ അല്ലെങ്കിൽ ഡീസൽ എഞ്ചിനിൽ. ഇനി പെട്രോൾ എഞ്ചിൻ ഓപ്പറേറ്റ് ചെയ്യുന്നത് ലോ പ്രഷർ ആണെങ്കിൽ ഡീസൽ എഞ്ചിൻ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഹൈ പ്രഷർ ആണ്. ആ റേഞ്ച് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ടു പെട്രോൾ എഞ്ചിന്റെ പ്രഷർ റേഞ്ച് എന്ന് വെച്ചാൽ മാക്സിമം ഒക്കെ വരാവുന്ന പ്രഷർ 6 to 12 ബാറൊക്കെയാണ്. ഇനി മറ്റേ ആളാണെങ്കിൽ ഡീസൽ ആണെങ്കിൽ 35 to 40 ബാറൊക്കെ വരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നത് മറ്റേ ഫ്യൂവൽ ഇഞ്ചെക്ട് ചെയ്യൂലേ, ഫ്യൂവൽ ഇഞ്ചെക്ട് ചെയ്യുന്ന പ്രഷർ എങ്ങനെയായിരിക്കണം ഡീസൽ എഞ്ചിനില്? ഹൈ പ്രഷർ ആയിരിക്കണം. ഹൈ പ്രഷർ എന്ന് പറഞ്ഞാല് ഇതിന്റെയൊക്കെ ഏതാണ്ട് ഒരു 3 ഇരട്ടിയൊക്കെ വരും. എനിക്ക് തോന്നുന്നത് ഒരു 150 ബാറിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്. കാരണം ഇതിന്റെ ഇത്രയും ഹൈ പ്രഷറിൽ നിൽക്കുന്നതുകൊണ്ട് അതിനേക്കാൾ കൂടുതലാണ് ഫ്യൂവൽ അകത്തേക്ക് ചെല്ലുള്ളൂ, ഇഞ്ചെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അത് ജസ്റ്റ് കൂടുതലായ പോരാ, വീണ്ടും നമ്മൾ പ്രഷർ കൂട്ടും. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അക്ടമൈസേഷൻ നടക്കാൻ വേണ്ടി ഇതിനൊരു കുറെ കെമിക്കൽ റിയാക്ഷൻ ഒക്കെ ഉണ്ട് ഇതിന്റെ അകത്ത്. അപ്പൊ ഒരു അക്ടമൈസേഷൻ കാർബറേറ്ററിനകത്ത് എന്താ ചെയ്യണേ, ഇയാളെ കുറെ അക്ടമൈസ് ചെയ്യണ പരിപാടി. അതുപോലെ തന്നെ ഇൻജെക്ട് ചെയ്യുമ്പോൾ ഇതിന് വേറെ പ്രത്യേകിച്ച് പാർട്ടുകളൊന്നും ഇല്ലല്ലോ. ഫ്യൂവലും വേറെ മിക്സ് ആവാനായിട്ട് പ്രത്യേകിച്ച് വേറെ നമ്മൾ കൊടുക്കുന്നില്ല. ഇതിന്റെ കമ്പഷൻ ചേമ്പറിന്റെ അകത്തേക്ക് എല്ലാം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു അക്ടമൈസേഷൻ നടക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഈ ഹൈ പ്രഷറിൽ അകത്തേക്ക് വിടും. അപ്പൊ എന്ത് ചെയ്യും, വളരെ മൈന്യൂട്ട് അല്ലെങ്കിൽ വളരെ ഫൈൻ പാർട്ടിക്കിൾസ് ആയിട്ട് എന്ത് ചെയ്യും, ഡീസൽ അവിടെ സ്പ്രെഡ് ചെയ്യും. അത്ര ഏതാണ്ട് ഒരു 150 ബാറോളം പ്രഷറിലാണ് നമ്മൾ ഇയാളെ അകത്തേക്ക് തള്ളി വിടുന്നത്, ഇഞ്ചെക്ട് ചെയ്ത് വിടുന്നത്. ഇനി ഇയാളുടെ ടെമ്പറേച്ചർ റേഞ്ച് എന്ന് പറയുന്നത് എസ് എഞ്ചിന്റെ ഒരു ടെമ്പറേച്ചർ റേഞ്ച് 250 to 300 ഡിഗ്രി ആണ്. 800 മുതൽ 900 ഡിഗ്രി വരെയാണ് അയാളുടെ ആ ഒരു ടെമ്പറേച്ചർ റേഞ്ച് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കാട്ടോ, ഇത് കത്തുമ്പോഴുള്ളതല്ല, ആ ഒരു കംപ്രഷന്റെ സമയത്താണ്. കത്തുന്ന സമയത്ത് ഡീസൽ എഞ്ചിൻ ആണെങ്കിൽ, പെട്രോൾ എഞ്ചിൻ അങ്ങനെ പറഞ്ഞു കണ്ടിട്ടില്ല. ഡീസൽ എഞ്ചിൻ ആണെങ്കിൽ ഏതാണ്ട് ഒരു 2000 ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ കംപ്രഷൻ നടക്കുമ്പോൾ ടെമ്പറേച്ചർ റൈസ് ആവും. 2000 ഡിഗ്രി റൈസ് ആവും. ഓക്കെ, പെട്രോൾ എഞ്ചിൻ ആണെങ്കിൽ സ്പാർക്ക് പ്ലഗ് ഉണ്ടാവും. ഡീസൽ എഞ്ചിൻ ആണെങ്കിൽ എന്തുണ്ടാവും, ഇഞ്ചക്ടർ ഒക്കെ കാണും. ഇനി കോൺസ്റ്റന്റ് വോളിയത്തിലാണ് കമ്പഷൻ പെട്രോൾ എഞ്ചിനിൽ നടക്കുന്നത്. കോൺസ്റ്റന്റ് പ്രഷറിലാണ് കമ്പഷൻ നടക്കുന്നത്. ഇനി ഇഗ്നിഷൻ ഓഫ് എയർ ഫ്യൂൽ മിക്സ്ചർ ടേക്സ് പ്ലേസ് ബൈ ആൻ ഇലക്ട്രിക് സ്പാർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതൊരു സ്പെഷ്യൽ ക്വസ്റ്റ്യൻ, സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണോ. ഒരു ഡീസൽ എഞ്ചിനിലെ ഫ്യൂവല് എങ്ങനെയാണ് കത്തുന്നതെന്ന് ചോദിക്കാറുണ്ട്. എങ്ങനെയാണ്? ഇഞ്ചക്ഷൻ ഓഫ് ഫ്യൂവൽ ടു ദ കംപ്രസ്ഡ് എയർ. അപ്പൊ എന്ന് പറഞ്ഞാല് ബൈ വെർച്യൂ ഓഫ് ടെമ്പറേച്ചർ എന്നാണ് ഓപ്ഷൻ കാണാറ്. ബൈ വെർച്യൂ ഓഫ് ടെമ്പറേച്ചർ, അതായത് അയാളുടെ സെൽഫ് ഇഗ്നിഷൻ ടെമ്പറേച്ചറിലേക്ക് കൊണ്ടാണെന്ത് അവിടെ ആ കത്തുന്നത്. അപ്പൊ പ്രത്യേകം ഈ പോയിന്റ് നോട്ട് ചെയ്യാട്ടോ. ഇഗ്നിഷൻ ഓഫ് എയർ ഫ്യൂവൽ ടേക്സ് പ്ലേസ് ബൈ എ ഇഞ്ചക്ഷൻ ഓഫ് ഫ്യൂവൽ ഇൻ ടു ദി ഹോട്ട് കംപ്രസ്ഡ് എയർ.
പിന്നെ കംപ്രഷൻ റേഷ്യോ ഉണ്ട്, റേഞ്ച്. പെട്രോൾ എഞ്ചിൻ ആണെങ്കിൽ 6 മുതൽ 10 വരെയാണ്. സി എഞ്ചിൻ ആണെങ്കിൽ 16 മുതൽ 24 വരെയാണ്. ഇതും വ്യത്യാസങ്ങൾ കാണാറുണ്ട്. ചിലപ്പോൾ 16-20 കാണാറുണ്ട്, 16-22 കാണാറുണ്ട്. അപ്പൊ ആ ഒരു റേഞ്ച് ഓർത്തിരിക്കുക. 16 മുതൽ 24 വരെയാണ് ഇയാളുടെ കംപ്രഷൻ റേഷ്യോ ഡീസൽ എഞ്ചിൻ ആണെങ്കിൽ. ദെൻ 2 സ്ട്രോക്കും 4 സ്ട്രോക്കും നോക്കാം. ഒരു 2 സ്ട്രോക്ക് ആണെങ്കിൽ ക്രാങ്ക് ഷാഫ്റ്റിന്റെ ഒരൊറ്റ റെവല്യൂഷൻ, അതായത് 360 ഡിഗ്രി റെവല്യൂഷനിൽ ഒരു പവർ സ്ട്രോക്ക് നമുക്ക് കിട്ടും. 4 സ്ട്രോക്ക് ആണെങ്കിൽ ആ ഒരു പവർ സ്ട്രോക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ക്രാങ്ക് ഷാഫ്റ്റ് 2 തവണ റൊട്ടേറ്റ് ചെയ്യണം. അത് 2 റെവല്യൂഷൻ ഓഫ് ക്രാങ്ക് ഷാഫ്റ്റിലാണ് എന്ത് 4 സ്ട്രോക്കിൽ ഒരു പവർ സ്ട്രോക്ക് ഉണ്ടാവുള്ളൂ. ഓക്കെ. ഇനി പവർ ഡെവലപ്ഡ് 2 സ്ട്രോക്ക് ആണെങ്കിൽ പവർ ഡെവലപ്ഡ് ഫോർ ദി സെയിം എഞ്ചിൻ സ്പീഡ് തിയററ്റിക്കലി ട്വൈസ് ആയിരിക്കും. അതായത് ഒരേ എഞ്ചിൻ സ്പീഡും ഒരേ മറ്റേ കംപ്രഷൻ റേഷ്യോയിലൊക്കെ വർക്ക് 2 സ്ട്രോക്ക് സൈക്കിൾ എഞ്ചിന്റെ പവർ എന്ന് പറയുന്നത് തിയററ്റിക്കലി ട്വൈസ് ആയിരിക്കും. ആരപേക്ഷിച്ചിട്ട് ഇവിടെ 4 സ്ട്രോക്ക് 4 സ്ട്രോക്കിന്റെ ഹാഫ് ആണെന്നും പറയാം, നേരെ തിരിച്ചു. പിന്നെ ഇതിലൊക്കെ ഒരുപാട് ഫാക്ടേഴ്സ് കയറി വരും കേട്ടോ. എന്ന് പറഞ്ഞാൽ നിങ്ങള് പാർട്ട് ലോഡ്, ഫുൾ ലോഡ്, RPM, സ്പീഡ്, ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇതിലൊക്കെ കുറെ മാറ്റങ്ങൾ വരും, വ്യത്യാസങ്ങളൊക്കെ വരും. ഇതാണ് ജനറലി ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ്. ഈ 2 സ്ട്രോക്ക് കുറെ കൂടി സിമ്പിൾ ആണ് ഡിസൈൻ. വാൽവ് ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറെ ആൾക്കാർ മാറും. വാൽവ് ഇല്ലാത്തതുകൊണ്ട് മറ്റേ വാൽവ് വേണ്ട, സ്പ്രിംഗ് വേണ്ട, റോക്കർ വേണ്ട, ക്യാം വേണ്ട, ടൈമിംഗ് ഗിയർ വേണ്ട, അതൊന്നും വേണ്ട. അതുകൊണ്ട് തന്നെ സിമ്പിൾ ഡിസൈൻ ആണ്, ലൈറ്റ് വെയിറ്റ് കൺസ്ട്രക്ഷൻ ആണ് ഫോർ ദി സെയിം പവർ. ഇനി ഇയാള് കുറച്ചും കൂടി മെക്കാനിസംസ് കൂടുന്നുണ്ട്, കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയി. Then design of ports is simpler, hence initial cost കുറവാണ്. Design of valve is difficult, hence initial cost is more. 2 stroke cycle engine ആണെങ്കിൽ മെക്കാനിക്കൽ എഫിഷ്യൻസി കൂടുതലായിരിക്കും. കാരണം നോ മൂവിംഗ് പാർട്സ്. കാരണം മെക്കാനിക്കൽ പഠിക്കുമ്പോൾ വരും ബ്രേക്ക് പവർ ഡിവൈഡഡ് ബൈ ഇൻഡിക്കേറ്റർ പവർ എന്നുള്ള ഇക്വേഷൻ പഠിക്കും. അതില് കയറി വരുന്നൊരു ടേമാണ് ഫ്രിക്ഷണൽ പവർ. മെക്കാനിക്കൽ എഫിഷ്യൻസിനെ അഫക്ട് ചെയ്യുന്ന ആളാണ് ഫ്രിക്ഷൻ എന്ന് പറയുന്ന ആൾ. അപ്പൊ മൂവിംഗ് കമ്പോണൻസ് 2 സ്ട്രോക്കിൽ കുറവായതുകൊണ്ട് അതിന് ഫ്രിക്ഷനും കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ആളുടെ മെക്കാനിക്കൽ എഫിഷ്യൻസി കൂടും. ഓക്കെ. പക്ഷെ തെർമൽ എഫിഷ്യൻസി ആർക്കായിരിക്കും കൂടുതൽ? 4 സ്ട്രോക്കിനായിരിക്കും പൊതുവെ കൂടുതൽ. ഓക്കെ. ഇനി 2 സ്ട്രോക്ക് എഞ്ചിൻ ആണെങ്കിൽ അയാളുടെ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ കൺസംഷൻ കൂടും. നമ്മൾ പറഞ്ഞില്ലേ മറ്റേ സാധാരണ 2 സ്ട്രോക്ക് എഞ്ചിന് ഓയിൽ നമ്മൾ ഈ പെട്രോളൊക്കെ അടിക്കുമ്പോൾ ഓയിൽ മിക്സ് ചെയ്തിട്ട്, അതുകൊണ്ട് തന്നെ പെട്രോളിന്റെ കൂടെ സ്വാഭാവികമായിട്ട് ആരും കത്തും, ഓയിലും കത്തിപ്പോകും. അപ്പൊ അതുകൊണ്ട് അയാളുടെ ലൂബ്രിക്കേറ്റിംഗ് ഓയിലിന്റെ കൺസംഷൻ കൂടുതലായിരിക്കും. 4 സ്ട്രോക്കില് കൺസംഷൻ കുറവായിരിക്കും. പിന്നെ സം ഓഫ് ദി ഫ്രഷ് എയർ ഫ്യൂൽ മിക്സ്ചർ മേ എസ്കേപ്പ്. ആ സ്കാവെഞ്ചിങ്ങിന്റെ സമയത്ത് എക്സോസ്റ്റ് ഗ്യാസിന്റെ കൂടെ കുറെ മിക്സ്ചർ കടന്നു പോകും. അതുകൊണ്ട് ഫ്യൂവൽ കൺസംഷൻ 2 സ്ട്രോക്കിൽ കൂടും. ഇനി 4 സ്ട്രോക്ക് ആണെങ്കിൽ അങ്ങനെ പ്രശ്നമില്ലാത്തതുകൊണ്ട് കുറവായിരിക്കും. കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. അത്യാവശ്യം നമ്മൾ നീങ്ങിയിട്ടുണ്ട് ആ ഒരു ഇൻട്രൊഡക്ഷൻ. അപ്പൊ ഇത് നിങ്ങളുടെ സിലബസിലില്ല, പക്ഷെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. എവിടെയെങ്കിലും ഒക്കെ ആവശ്യം വരും, ചിലപ്പോ SSCക്ക് തന്നെ ചോദിച്ചേക്കാം. ഓക്കെ. എന്തെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ സർ.